ഹലോ നമസ്കാരം, എല്ലാവർക്കും മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വളരെ പ്രധാനപ്പെട്ടൊരു ഡിസ്കഷനിലാണ് വരുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ എക്കണോമിക്സിലെ അതായത് സാമ്പത്തിക ശാസ്ത്രത്തിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മുൻകാല ചോദ്യങ്ങളിലൂടെയുള്ളൊരു യാത്രയാണ്. അതായത് നമ്മുടെ ഡിഗ്രി പ്രിലിംസിലേക്ക് വളരെ പ്രധാനമായിട്ടും ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഈ ഒരു ഒറ്റ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ഡിഗ്രി പ്രിലിംസിൻ്റെ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ വരാനിരിക്കുന്ന പ്രിലിംസിനെ നേരിടാൻ വേണ്ടി. കാരണം നമുക്കറിയാം ഏത് ഭാഗത്ത് നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അല്ലെങ്കിൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു 5 മാർക്കിലെ ഒരു ഭാഗത്തിൽ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിൻ്റെ ഏതൊക്കെ ഭാഗത്തിലാണ് PSC ഫോക്കസ് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം സിലബസ് ഉണ്ട്, വാസ്റ്റായിട്ട് സിലബസ് ഉണ്ട്. അപ്പോൾ സിലബസിലെ എല്ലാം നമ്മൾ പഠിക്കണോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന PYQs ഫോക്കസ് ചെയ്ത് പഠിക്കണോ എന്നുള്ള രീതിയിലൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സെഷൻ കഴിയുമ്പോൾ കൃത്യമായൊരു ഐഡിയ കിട്ടും നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത്, ഏത് ഭാഗം നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം. ഓക്കെ, നമ്മൾ 5 മാർക്ക് എന്നുള്ളതല്ല, 5 4 മാർക്കിൻ്റെ അടുത്ത് നമ്മളൊരു 4 മാർക്കിലും കിട്ടാന്നുള്ളതാണ്. ചില സമയങ്ങളിൽ നമുക്കറിയാം ചില ക്വസ്റ്റ്യൻസ് ഭയങ്കര ടൈറ്റായുള്ള ക്വസ്റ്റ്യൻസ് 1 2 ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. എന്നിരുന്നാലും ഒരു 3 മാർക്ക് എല്ലാവർക്കും കിട്ടാറുണ്ട്. അപ്പോൾ ആ തരത്തിൽ നമ്മൾ ആ ഒരു 3 മാർക്ക് നഷ്ടപ്പെടുത്തരുത്. ആ ഒരു 3 മാർക്ക് നഷ്ടപ്പെടുത്തിയാൽ നമ്മൾ എത്രയോ പിന്നിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം നമ്മുടെ PYQ ഡിസ്കഷനിലേക്ക്. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഈ വരുന്ന എക്കണോമിക്സിൻ്റെ പ്രത്യേകിച്ചുണ്ടെങ്കിൽ കറണ്ട് ആസ്പെക്ട്സിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അതായത് കറണ്ട് ആസ്പെക്ട്സ് എന്നാൽ ഇപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതുന്നതിന് മുന്നേയുള്ള എന്തെങ്കിലും സമകാലീന കാര്യങ്ങളോ അല്ലെങ്കിൽ ബജറ്റായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ എക്കണോമിക് സർവേ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ, ഇങ്ങനെയുള്ള ഉദാഹരണത്തിന് നൊബേൽ സമ്മാനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ കാര്യത്തിൽ ഒരു കൃത്യമായുള്ള അപ്ഡേറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം. കാരണം ആ ഒരു ചോദ്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതുണ്ട് സമകാലീന കാര്യമായിട്ട് ബന്ധപ്പെട്ട്. നോക്കാം നമുക്ക്. ഓക്കെ, അപ്പം ഇവിടെ കാണുന്നത് 2021 ചോദ്യമാണ് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും GDPയുടെ ഘടകച്ചെലവ്. GDPയുടെ ഘടകച്ചെലവ് നമ്മൾ GDP FC എന്നുള്ള പേരിൽ നമ്മൾ പഠിച്ചതാണ്. GDP ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. GDP ഫാക്ടർ കോസ്റ്റ്. അപ്പോൾ GDP ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എങ്ങനെയാണ് ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമുക്കറിയാം ഫാക്ടർ കോസ്റ്റ് ഇവിടെ ഉള്ളതിലൊക്കെ മാർക്കറ്റ് പ്രൈസ് എന്നുള്ള സംഗതി ഉണ്ട്. അപ്പോൾ നമുക്കറിയാം മാർക്കറ്റ് പ്രൈസ് നിന്ന് ഫാക്ടർ കോസ്റ്റിലേക്ക്, മാർക്കറ്റ് പ്രൈസ് നിന്ന് ഫാക്ടർ കോസ്റ്റിലേക്കുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് അല്ലെങ്കിൽ അറ്റ പരോക്ഷ നികുതി എന്ന് പറയും. അറ്റ പരോക്ഷ നികുതി, അറ്റ പരോക്ഷ നികുതി, അറ്റ പരോക്ഷ നികുതിയാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ മാർക്കറ്റ് പ്രൈസും ഫാക്ടർ കോസ്റ്റും വ്യത്യാസം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഫാക്ടർ കോസ്റ്റിനോട് ഈ പറയുന്ന നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ അറ്റ പരോക്ഷ നികുതി കൂട്ടിയാലാണ് മാർക്കറ്റ് പ്രൈസ് കിട്ടുക. നമ്മൾ ചോദ്യത്തിൽ എന്താ തന്നിട്ടുള്ളത്? GDPയുടെ ഘടകച്ചെലവ്. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് ആയിട്ടുള്ള GDP MP ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഉത്തരത്തിലേക്ക് വരുന്നതിന് ഞാൻ മനസ്സിലാക്കി തരാണ്. GDP മാർക്കറ്റ് പ്രൈസിന് എന്തുണ്ട്? ടാക്സ് ഉണ്ട് അല്ലേ? ടാക്സ് ഉണ്ട്. എന്ത് ടാക്സ് ഉണ്ട്? ഈ പറയുന്ന പരോക്ഷ നികുതി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട്. അത് നമ്മൾ എന്ത് കുറയ്ക്കണം? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് അല്ലെങ്കിൽ അറ്റ പരോക്ഷ നികുതി കുറയ്ക്കണം. അറ്റ പരോക്ഷ നികുതി കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് GDP MP എന്നാണ്. അറ്റ പരോക്ഷ നികുതി കുറയ്ക്കുന്നത് ഏതാ നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം അറിയിക്കേണ്ടത് ഈ പറഞ്ഞ മാർക്കറ്റ് പ്രൈസും ഫാക്ടർ കോസ്റ്റും നമ്മൾ വ്യത്യാസം ആരാണ്? പരോക്ഷ നികുതിയാണ്. അറ്റ പരോക്ഷ നികുതി പറഞ്ഞാൽ ഈ പരോക്ഷ നികുതിയിൽ സബ്സിഡി പോയി കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഇത് അറ്റ. അപ്പോൾ നിങ്ങൾ നോക്കാം, ഇവിടെ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നമ്മൾ ഉത്തരമാണ് ഇത് A ആണ് ഓപ്ഷൻ അല്ലേ? നിങ്ങൾ ഓൾറെഡി മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മളെ ദേശീയ വരുമാനത്തിൻ്റെ അല്ലെങ്കിൽ നാഷണൽ ഇൻകത്തിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ആ ഇൻഡിക്കേറ്റേഴ്സിൽ എന്താണ് GDP? ഓക്കെ, അത് നിങ്ങൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യം നമുക്ക് ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. ഞാൻ വളരെ പെട്ടെന്ന് ആ കാര്യങ്ങളിലേക്ക് വരാം. നമുക്കറിയാം GDP എന്ന് പറയുന്നതിൽ ഡൊമസ്റ്റിക് കണ്ടന്റ് ഉണ്ട് അല്ലേ? GDP എന്ന് പറയുന്നതിൽ ഡൊമസ്റ്റിക് കണ്ടന്റ് ഉണ്ട്. ഓക്കെ, ദെൻ നമ്മൾ പറയുന്ന NDP എന്ന് പറയുന്നത് GDPന് NDP. അപ്പോൾ ഈ ഡൊമസ്റ്റിക് എന്നുള്ളത് മാറ്റം വരില്ല. പകരം നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ കാണുന്ന ഈ ഗ്രോസ് ഇത് നെറ്റാണ്. ഓക്കെ, ഗ്രോസ് നെറ്റിലേക്കുള്ള വ്യത്യാസമാണ് ആര്? ഡിപ്രിസിയേഷൻ. ഇംഗ്ലീഷിൽ ഡിപ്രിസിയേഷൻ അല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഇത് മൂല്യത്തകർച്ച അല്ലേ? മൂല്യത്തകർച്ച. അപ്പോൾ ഈ പറയുന്ന GDP എന്ന് പറയുന്നതിന്ന് മൂല്യത്തകർച്ച കുറച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിപ്രിസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഇത് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അറിഞ്ഞിരിക്കുക, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇതേപോലെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ പറയുന്ന GDP എന്നുള്ളതിനെ GNP ആക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ് അല്ലേ? നമ്മൾ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നമാണ്. ഇത് മൊത്ത ദേശീയ ഉൽപ്പന്നാക്കണം, GNP ആക്കണം. ഇവിടെയുള്ള ആളാരാണ്? വിദേശത്തു നിന്നുള്ള വരുമാനമാണ്. അറ്റ വിദേശ വരുമാനം, അതാണ് നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ്. അറ്റ വിദേശ വരുമാനം.
ഓക്കെ. അപ്പോൾ അറ്റ വിദേശ വരുമാനം GDP-യോട് ഇവിടെ നമ്മൾ കുറച്ച് പോലെ കുറയ്ക്കല്ല വേണ്ടത്, GDP-യോട് നമ്മൾ കൂട്ടാണ് വേണ്ടത്. GDP-യോട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇപ്പോൾ നിങ്ങൾക്ക് നോക്കാം, നമുക്ക് ഓരോ ഓപ്ഷനിലേക്ക് വരാം. നിങ്ങൾ ഈ ഓപ്ഷൻ മാത്രം വെച്ച് ഞാൻ ഇതിനെ ആൻസർ ചെയ്യാൻ പോവാണ്. നമ്മൾ ആൻസർ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ഓപ്ഷൻ വെച്ചിട്ടുള്ള ആൻസറിലേക്ക് ഞാൻ വരാണ്. ബാക്കിയുള്ള ഓപ്ഷനിലേക്ക് നമ്മൾ ജസ്റ്റ് കടന്നെല്ലാം. ഇവിടെ നമ്മൾ പറയും ഇതാണ് നമ്മുടെ ഉത്തരം അല്ലേ. ഇനി ഇതിൽ ബി നോക്കിയേ, GDP മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ ഈ മാർക്കറ്റ് പ്രൈസ് മൂല്യത്തകർച്ച കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന നമുക്ക് എന്താണ് ഇവിടെ ഉത്തരം? ഇതിന്റെ ഉത്തരം എന്തായിരിക്കും? GDP-യുടെ മാർക്കറ്റ് പ്രൈസ് മൂല്യത്തകർച്ച കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് ഇതിന്റെ ഉത്തരം NDP മാർക്കറ്റ് പ്രൈസ് ആണ്. എല്ലാത്തിനും ഉത്തരം ഉണ്ട് അല്ലെ. GDP മാർക്കറ്റ് പ്രൈസിനോട് അറ്റ വിദേശ വരുമാനം കൂട്ടി എന്താ കിട്ടുക? GNP മാർക്കറ്റ് പ്രൈസ് അല്ലെ. എല്ലാത്തിനും ഉത്തരം ഉണ്ട്. ഇനി ഇവിടെ അറ്റ ഉൽപ്പന്നം, ഇത് നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടി തന്നെ അറ്റ ഉൽപ്പന്ന നികുതി ഇല്ല, അങ്ങനെ ഒരു സാധനം നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ പറയുന്ന എക്കും ബിക്കും സിക്കും ഉത്തരമുണ്ട്. നമ്മൾ ചോദ്യം എ ആയിരുന്നുകൊണ്ട് ആ ഉത്തരം നമ്മൾ ഈ GDP-യുടെ മാർക്കറ്റ് പ്രൈസ് നമ്മൾ ഫാക്ടർ കോസ്റ്റിലേക്ക് കണ്ടെത്താനുള്ള മെത്തേഡ് പറഞ്ഞുള്ളത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഉൽപാദന ഘടകങ്ങളിൽ നിഷ്ക്രിയമായത്, നിഷ്ക്രിയം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ച പാസീവാണ്. അതായത് ഉൽപാദന ഘടകങ്ങൾ നമുക്കറിയാം അല്ലെ. ഉൽപാദന ഘടകങ്ങൾ നമുക്കറിയാം, ഭൂമിയുണ്ട്, ലാൻഡ് ഉണ്ട്, ഭൂമി അല്ലെ, ഭൂമിയുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ തൊഴിൽ, അധ്വാനമുണ്ട്, അധ്വാനം അല്ലെ, അധ്വാനമുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ മൂലധനമുണ്ട്, ക്യാപിറ്റൽ, മൂലധനമുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ എന്തുണ്ട്? സംഘാടനമുണ്ട്, സംഘാടനം. ഇതൊക്കെ സംഘടിപ്പിക്കും. ഓണ്ടർപ്രണർ എന്ന് പറയുന്ന ആളുണ്ട്, സംഘാടനം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഉൽപാദന ഘടകങ്ങൾ അല്ലേ. ഉൽപാദന ഘടകങ്ങളുടെ റിവാർഡുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഭൂമിക്ക് കിട്ടുന്ന നമ്മൾ പറഞ്ഞു പാട്ടം എന്നുള്ളതാണ്, റെന്റാണ് ഭൂമിക്ക് കിട്ടുന്നത് അല്ലേ, പാട്ടം. അധ്വാനത്തിന് പകരമായി കിട്ടുന്ന എന്താണ്? നമുക്ക് അധ്വാനത്തിന് കിട്ടുന്ന കൂലിയാണ്, കൂലി അല്ലെങ്കിൽ വേജ് ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. പിന്നെ പറഞ്ഞ പോലെ മൂലധനം നമുക്ക് കിട്ടുന്നത് എന്താണ്? പലിശ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അധ്വാനത്തിൽ സംഘാടനത്തിന് കിട്ടുന്ന നമുക്ക് എന്താണ്? ലാഭമാണ്, ലാഭം. ഇതൊന്നല്ല ഇവിടെ ചോദ്യം ചോദിച്ചത് എന്താണ് നിങ്ങളോട്? പാസീവായിട്ട് അല്ലെങ്കിൽ ഈ നിഷ്ക്രിയം. അത് നിഷ്ക്രിയമാണ്. ഇവർ സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. ഇവർ സ്വന്തം ഈ പറയുന്ന കാറ്റഗറിയിൽ വന്ന 4 ഓപ്ഷനിൽ സ്വന്തമായിട്ട് ഇപ്പം നമുക്ക് എന്താ പറയുക, അധ്വാനം എടുക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ അധ്വാനിക്കുകയാണ്, എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്? എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട്. അത് എൻ്റെ വളർച്ചയ്ക്കും എനിക്ക് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. പക്ഷെ ഭൂമിയാണെങ്കിൽ ഭൂമി എന്ന് പറയുന്ന പോലെ എന്തില്ല, ഭൂമിക്ക് സ്വന്തമായിട്ടൊരു എന്താ പറയുക കാര്യങ്ങൾ ചെയ്യുന്നില്ല അല്ലേ. അതേപോലെ മൂലധനാണെങ്കിലും അതിനെന്തില്ല, അപ്പോൾ ഒരു മെഷീനറി, ഒരു പ്ലാന്റ്, ഇതിനൊന്നും അവർ സ്വന്തമായുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ, പ്രവർത്തനങ്ങളില്ല. അവരെ നമ്മളിപ്പോൾ ഒരു ലാൻഡ്, ഭൂമിയെ നമ്മൾ കൊണ്ടുവെക്കുന്നു. ആ ഭൂമിയിൽ പലതും ഉൽപ്പാദിച്ച് ഭൂമിക്ക് എന്ത്? നത്തിങ്, ഒന്നുമില്ല. അതുപോലെ മൂലധനം, ഒരു മെഷീൻ ഉപയോഗിച്ച് നമ്മൾ സാധനം ഉൽപ്പാദിപ്പിക്കുന്നു, അവിടെ ഒന്നുമില്ല. ഇവിടെ ഈ പറയുന്ന ആക്റ്റീവായി നിൽക്കുന്ന 2 ആളുകളാണ്. ഒന്ന് സംഘാടനം, ഒന്ന് പ്രധാനപ്പെട്ട നമ്മൾ പറയുകയാണെങ്കിൽ ഈ പറയുന്ന അധ്വാനമാണ്. അപ്പോൾ ഇത് 2 ഒഴികെ ബാക്കി 2 എന്താണ്? നിഷ്ക്രിയമായി നിൽക്കുന്നതാണ് അല്ലേ, നിഷ്ക്രിയം. അപ്പോൾ നിങ്ങൾ സ്ഥലം, ഭൂമി ഉത്തരമാണ്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് വേറെ ചില ആൾക്കാർ സ്ഥലം, ഭൂമി ആദ്യം തന്നെ കയറിയിട്ട് മാർക്ക് ചെയ്യും. ഇത് നിഷ്ക്രിയമായി നിൽക്കുന്ന പറയും, സ്വന്തമായിട്ടൊന്നും കാണിക്കുന്നില്ല, സ്വന്തമായിട്ട് കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. പക്ഷേ അവസാനം നമ്മൾ ഓപ്ഷൻ ഉണ്ട്, എന്തുണ്ട്? ഡി ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഉത്തരം ഏതാണ്? സ്ഥലവും മൂലധനമാണ്. അപ്പോൾ അതാണ് ഈ 2 കാര്യങ്ങൾ എന്തില്ല, സ്വന്തമായിട്ട് ഇവരുടെ ആവശ്യങ്ങളെ ഒന്നും ചെയ്യുന്നില്ല അല്ലേ. പാസീവായിട്ട് നിൽക്കുന്ന 2 ഗ്രൂപ്പാണ് നമ്മുടെ ഈ പറയുന്ന ഉൽപാദന ഘടകങ്ങളിൽ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. താഴെ പറഞ്ഞ ഏതാണ് സമ്പത്ത് വ്യവസ്ഥയിൽ സമ്പത്തിന്റെ വിതരണം അല്ലെ. സമ്പത്തിന്റെ വിതരണം എന്ന് പറഞ്ഞാൽ എന്താണ്? മണി സപ്ലൈ ആണ്. മണി സപ്ലൈ അല്ലേ, മണി സപ്ലൈ ആണ്. കുറയ്ക്കുന്നത് വെച്ചുള്ളത്, മണി സപ്ലൈ കുറയ്ക്കുന്ന ആളാരാന്ന് വെച്ചുള്ളത്? കുറയ്ക്കുന്നത് പണവിതരണം കുറയ്ക്കുന്ന, നമ്മളെ സമ്പദ്ഘടനയിൽ ഈ പറയുന്ന പണവിതരണം കുറയ്ക്കുന്നത് ആരാന്ന് വെച്ചുള്ളത്? കുറയ്ക്കുന്നത്. നോക്കാം, ഓരോ നോക്കാം നമുക്ക് അല്ലേ. ഇവിടെ നമുക്ക് ഗവൺമെന്റ് സെക്യൂരിറ്റി RBI വാങ്ങുന്നു അല്ലേ. ഗവൺമെന്റ് സെക്യൂരിറ്റി ഇപ്പം നോക്കുകയാണെങ്കിൽ RBI കേന്ദ്ര ബാങ്ക് ആണല്ലേ. കേന്ദ്ര ബാങ്ക് എന്ത് ചെയ്യുന്നു? ഗവൺമെന്റ് സെക്യൂരിറ്റി പബ്ലിക് എന്ന് വാങ്ങുന്നു. ഓക്കെ, പബ്ലിക് നിന്ന് ഗവൺമെന്റ് സെക്യൂരിറ്റി RBI വാങ്ങുകയാണെങ്കിൽ RBIയുടെ കയ്യിലുള്ള പണം എങ്ങോട്ട് പോകും? പബ്ലിക്കിലേക്ക് പോകും. ഇത് പണവിതരണം കുറച്ചോ? ഈ പറഞ്ഞ പോലെ സമ്പത്തിന്റെ വിതരണം കുറച്ചോ? ഇല്ല. ഇത് കൂട്ടാ ചെയ്യുക. അപ്പൊ ഇത് ഉത്തരമല്ല. ഇനി അടുത്ത് നോക്കിയേ, ഗവൺമെന്റ് സെക്യൂരിറ്റിനെ RBI വിൽക്കുന്നു. ഗവൺമെന്റ് സെക്യൂരിറ്റി RBIയുടെ കയ്യിൽ എന്തുണ്ട്? ഈ പറയുന്ന പോലെ സെക്യൂരിറ്റി ഉണ്ട്. RBI എന്താക്കാണ്? പുറത്തേക്ക് ഈ സെക്യൂരിറ്റി, ഗവൺമെന്റ് സെക്യൂരിറ്റി വിൽക്കുകയാണ്, പുറത്ത് പബ്ലിക്കിന് വിൽക്കുകയാണ്. പബ്ലിക്കിന്റെ കയ്യിലുള്ള പൈസ എവിടേക്ക് എത്തും? RBIയിലേക്ക് എത്തും. മണി പണം എങ്ങോട്ട്? RBIയുടെ കയ്യിലേക്ക് എത്തും. സോ ഇതെന്ത് ചെയ്തിട്ടുണ്ട്? പണവിതരണം കുറച്ചിട്ടുണ്ട്, ശരിയാണ്. ബാക്കിയുള്ള നോക്കുക, കേന്ദ്ര ഗവൺമെന്റിന്റെ RBIയിൽ നിന്നുള്ള കടം വാങ്ങൽ. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ്, ഇപ്പൊ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റ് എന്താക്കുക? RBIയിൽ കുറച്ച് പണം കടം മേടിക്കുകയാണ്. ഈ കടം മേടിച്ചിട്ട് ഇങ്ങനെ പെട്ടിപ്പിടിച്ചിരിക്കാനുള്ളതാണോ? അല്ല, അതവർ വിതരണം ചെയ്യും. അപ്പോൾ അവിടെ പണം ലഭ്യത കുറയ്ക്കുന്നില്ല, അത് കൂട്ടാണ് ചെയ്യുന്നത്. ഇവയൊന്നുമല്ല. സോ ഇതിന്റെ ഉത്തരത്തിൽ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കാം എന്താണിത്. ഈ പറഞ്ഞ ഈ ഗവൺമെന്റ് സെക്യൂരിറ്റി RBI വിൽക്കുന്നതാണ്. നമ്മൾ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു എന്താ പറയുക മോണിറ്ററി പോളിസി ടൂൾ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന
പണനയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇത് ഓപ്പൺ കമ്പോളത്തിൽ ഇറങ്ങിയിട്ട് ഈ പറയുന്ന സെക്യൂരിറ്റി വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ പണലഭ്യത കൂട്ടാനും അതേപോലെ ഈ സമ്പത്തിന് വിതരണം കുറയ്ക്കാനൊക്കെ പറ്റും. അപ്പോൾ ഉത്തരം എന്താണ്? ബി ആണ് നമ്മുടെ ഉത്തരം. ബി ആണ് നമ്മുടെ ഉത്തരം അല്ലേ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നോക്കിയേ. ഇവിടെ എന്താ കൊടുത്തുള്ളത്? റിപ്പോ റേറ്റിന് പ്രതി താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? അതായത് റിപ്പോ റേറ്റിനെ കുറിച്ചിട്ട് താഴെ ഒരു 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ കോമ്പിനേഷൻസ് ഉണ്ട്. ഇവിടെ ശരിയായത് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ശരിയായത് തെറ്റായത് ഇതൊക്കെ പ്രശ്നമാണ്. കാരണം അതൊന്നും നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടില്ല. അപ്പോൾ ശരിയായത് ഏത് ചോദിച്ചുള്ളത്? ഒന്ന്, ഇതെല്ലായ്പ്പോഴും ബാങ്കിന്റെ റേറ്റിൽ കുറവാണ്. ശരിയാണ്. റിപ്പോ റേറ്റ് നമുക്ക് എന്താണെന്ന് അറിയണമല്ലോ അല്ലേ. റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ ആർ ബി ഐക്ക് നമ്മളെ സാധാ ബാങ്കുകൾ കൊടുക്കുന്ന ഒരു പലിശ നിരക്കാണ്. കാരണം ആർ ബി ഐയുടെ കയ്യിൽ നിന്ന് ഇവർ പൈസ എടുത്തിട്ടുണ്ടാവും. ആർ ബി ഐയുടെ കയ്യിൽ നിന്ന് ഒരു നിശ്ചിത പൈസ എടുക്കും. ഓക്കെ, ആർ ബി ഐയുടെ കയ്യിൽ നിന്ന് നിശ്ചിത പൈസ എടുക്കുന്ന സമയത്ത് അതൊരു നിശ്ചിത സമയം പറയും. ആ സമയത്തുള്ളിൽ തിരിച്ചടയ്ക്കണം. ആ തിരിച്ചടയ്ക്കുമ്പോൾ അവിടെ ഒരു പലിശ ഉണ്ട്. നമ്മളൊരു ലോൺ എടുക്കുന്ന പോലെ, നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന പോലെ, നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ പറയും കാലാവധി 5 വർഷമാണ്. ഇപ്പോൾ 5 വർഷത്തിനുള്ളിൽ നമ്മൾ തിരിച്ചടച്ചു കൊടുക്കണം. അത് പൂർണ്ണമായിട്ട്. ഇവിടെ അങ്ങനെയല്ല. എടുക്കുന്ന പൈസ ഒരു നിശ്ചിത പലിശ അടക്കം തിരിച്ചടയ്ക്കണം. അപ്പോൾ ഈ റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ ബാങ്കുകൾ ആർ ബി ഐക്ക് കൊടുക്കുന്ന റേറ്റാണ്. ബാങ്കുകൾ ആർ ബി ഐക്ക് കൊടുക്കുന്ന റേറ്റ് ആണ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ലോൺ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഒരു കൊളാട്രൽ അല്ലേ, ഒരു സാധനം നമ്മളവിടെ വെക്കാറുണ്ട്, വെച്ചിട്ട് എടുക്കാറുള്ളത് അല്ലേ. നമ്മൾ പറയുന്ന വീടിൻ്റെ ആധാരം മറ്റെന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ എന്താക്കാറുള്ളത്? ഈട് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഇത് വെച്ചിട്ട് എടുക്കാം. ഇതേപോലെ ബാങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്? ആർ ബി ഐന്ന് പൈസ എടുക്കുമ്പോൾ ഇതേപോലെ ബാങ്കിൻ്റെ കയ്യിലുള്ള ഈട് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സെക്യൂരിറ്റിയും ട്രഷറി ബില്ല് പോലത്തെ കാര്യങ്ങളൊക്കെയാണ്. അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് എടുക്കുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇതാണ് റിപ്പോ റേറ്റ്. സിമ്പിളായിട്ട് റിപ്പോ റേറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്താണെന്നുള്ളത്. ഈ റേറ്റ് ആർക്ക് കൊടുക്കുന്നതാണ്? ബാങ്ക് ആർ ബി ഐക്ക് കൊടുക്കുന്ന റേറ്റ് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത് എല്ലായ്പ്പോഴും ബാങ്കിൻ്റെ റേറ്റ്, അത് ബാങ്ക് റേറ്റ് എന്ന റേറ്റിന് അതിനേക്കാൾ, കാരണം ഈ പറയുന്ന റേറ്റിനേക്കാൾ കുറവായിരിക്കും. ഓക്കെ, നോക്കുക, ശരിയാണ്. ഇത് വിപരീത റിപ്പോ റേറ്റിനേക്കാൾ എപ്പോഴും ഉയർന്നതാണ്. വിപരീത റിപ്പോ റേറ്റിന് റിവേഴ്സ് റിപ്പോ ആണ്. റിവേഴ്സ് റിപ്പോ എന്ന് പറഞ്ഞാൽ ആർക്ക് കൊടുക്കുന്നതാണ്? ആർ ബി ഐ നമ്മുടെ സാധാ ബാങ്കുകൾക്ക് കൊടുക്കുന്ന റേറ്റ് ആണെന്ത്? റിവേഴ്സ് റിപ്പോ. അതും ശരിയാണ്. കാരണം ഈ റിപ്പോ ഒരു 6 ആണെങ്കിൽ അതിനേക്കാൾ കുറവായിരിക്കും എന്തുണ്ടാവുക? റിവേഴ്സ് റിപ്പോ. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ ലോണ് നിങ്ങൾ എടുക്കുമ്പം കൊടുക്കുന്ന പലിശയും നിങ്ങൾ ഒരു പൈസ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പലിശയും രണ്ടും വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തിൽ ഏത് പലിശ കൂടുതലുണ്ടാവുക? നിങ്ങൾ എടുക്കുന്ന ലോണിൻ്റെ പലിശ ആയിരിക്കും കൂടുതലുണ്ടാവുക. നിങ്ങൾ 1 ലക്ഷം ലോൺ എടുത്തു, നിങ്ങൾ 1 ലക്ഷം ഡെപ്പോസിറ്റ് ചെയ്തു അല്ലേ. ലോണിൻ്റെ പലിശ 6% ആണെങ്കിൽ ഡെപ്പോസിറ്റ് ശതമാനം 4% ആയിരിക്കും. കാരണം അത് ബാങ്കിലിടുമ്പോൾ ബാങ്ക് നമുക്ക് തരുന്നത്. അതേപോലെ ആർ ബി ഐയിൽ ഇവർ കൊണ്ടിടും. ആര്? സാധാ ബാങ്കിൻ്റെ കയ്യിലുള്ള എക്സ്ട്രാ പൈസ, അധിക പൈസകൾ ആർ ബി ഐയിൽ കൊണ്ടിടും. അപ്പോൾ ആർ ബി ഐ തിരിച്ചു കൊടുക്കുന്ന ഒരു റേറ്റ് ആണ് എന്ത്? റിവേഴ്സ് റിപ്പോ. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പോലെ. അപ്പോൾ അതെന്തായാലും എപ്പോഴും എന്താണ്? റിപ്പോ റേറ്റിനേക്കാളും കുറവായിരിക്കും. അതും ശരിയാണ്. ഇത് ഹ്രസ്വകാല സാമ്പത്തിക ആവശ്യങ്ങളെ കേന്ദ്രീകരിക്കുന്നു. നമുക്കറിയാം ഈ റിപ്പോയും റിവേഴ്സ് റിപ്പോ ഒക്കെ ഷോർട്ട് ടേം ആണ്. കുറഞ്ഞ ഒരു 14 ദിവസം അല്ലെങ്കിൽ 1 day to 14 days ഒക്കെ പറയുന്നത്. അതുകൊണ്ട് ഇതും ശരിയാണ്. ഇനി നോക്കാം എല്ലാം ശരിയാണെന്നുണ്ടോ? ഒരു ഓപ്ഷൻ നമുക്ക് 4ാമത്തെ നോക്കാം. ഇത് ഈടാക്കുമ്പോൾ പാർശ്വസ്ഥങ്ങൾ ഉണ്ടാകാറില്ല. പാർശ്വസ്ഥങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ കൊളാട്രൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ പറഞ്ഞ ഈടുകൾ ഇല്ല എന്നാണ് പറയുന്നത്. എല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമ്മുടെ കയ്യിലുള്ള ഈ ഡോക്യുമെന്റ്സ് ഈടുകൾ വെച്ചിട്ട് വേണം നമുക്കിത് എടുക്കാൻ. അപ്പോൾ പാർശ്വസ്ഥലങ്ങൾ ഉണ്ടാവും. റിപ്പോ റേറ്റിൽ റിവേഴ്സ് റിപ്പോയിലേക്ക് എന്തുണ്ട്? പാർശ്വസ്ഥലങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞ കൊളാട്രൽ ഉണ്ട്, ഈടുണ്ട്. സോ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 4 തെറ്റാണ്. അപ്പോൾ 1, 2, 3 ശരി. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഉണ്ട്. ബി ആണ് ഉത്തരം. അപ്പോൾ നിങ്ങൾ റിപ്പോ റേറ്റ് എന്താ പഠിച്ചാലേ നമുക്ക് ഈ ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. റിപ്പോ റേറ്റ് എന്താ അറിയാത്തൊരു റിപ്പോ റേറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയൊക്കെ റിപ്പോ എന്താണ്, റിവേഴ്സ് റിപ്പോ എന്താണ്, ഇതൊക്കെ ആർ ബി ഐയുടെ എന്താണ് ഈ പറയുന്ന പണനയത്തിന് ഉപയോഗിക്കുന്ന, നമ്മൾ പറഞ്ഞ പണവിതരണം നിയന്ത്രിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ടൂളുകളാണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത് നോക്കുന്നത് ഫിസിക്കൽ ഡെഫിസിറ്റ് അല്ലെങ്കിൽ നമ്മൾ ധനക്കമ്മി എന്ന് പറയുന്നുണ്ട്. എന്നാൽ എന്താണെന്നാണ് വെച്ചത്? ഫിസിക്കൽ ഡെഫിസിറ്റ് ആണ് നമ്മൾ ഈ മൊത്ത കമ്മി അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ടോട്ടൽ ഡെഫിസിറ്റ് ഉണ്ടല്ലോ. ആ ടോട്ടൽ നമ്മൾക്ക് വരുന്ന ഇതിന്ന് നമ്മൾ ഈ ഇവർക്ക് കൊടുക്കുന്ന, അതായത് നമ്മൾ പറയുന്ന കടം ഒഴിവായിട്ട് കിട്ടുന്ന റെസീറ്റുകളാണ്. കടം ഒഴിവായിട്ടുള്ള ഓക്കെ, നമ്മൾ മൊത്തം ചെലവ്, അതുപോലെ മൊത്തം ചെലവ് മൈനസ് മൊത്തം വരുമാനം. ആ മൊത്തം വരുമാനത്തിൽ ഉദാഹരണം ഇപ്പം എനിക്ക് ഒരു 100 കോടി ചിലവുണ്ട്. സർക്കാരിൻ്റെ കേസ് 100 കോടി ചിലവുണ്ട് അല്ലേ. 100 കോടി എൻ്റെ കയ്യിൽ നിന്ന് ചിലവാണ്, എക്സ്പെൻഡിച്ചറാണ്. അതുപോലെ 150 കോടി എനിക്ക് എന്തുണ്ട്? നമ്മൾ വരുമാനം കണ്ടെത്തിയിട്ടുണ്ട്. ഈ 150 കോടി 100 കോടി നമ്മൾ വ്യത്യാസത്തിലാണ് നമുക്കറിയാം 50 കോടിയാണ്. ഇത് നഷ്ടമാണല്ലോ. എൻ്റെ വരുമാനമാണ് എത്ര? 100 കോടി. എൻ്റെ ചിലവാണ് എത്ര? 150 കോടി. അപ്പോൾ എനിക്ക് ഇവിടെ കമ്മിയാണ്. ഇതിനാണ് നമ്മൾ കമ്മി എന്ന് പറയാം. വരുമാനം ചെലവ് വെച്ച് നോക്കുമ്പോൾ വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവുമ്പോഴാണ് കമ്മി എന്ന് പറയാം. ഓക്കെ, ഈ കമ്മിയിൽ തന്നെ ഉദാഹരണം ഞാൻ പറയുകയാണ്. ഈ 50 കോടിയിൽ ഞാൻ 20 കോടി കടം വാങ്ങിയതാണ്.
ഓക്കെ, 20 കോടി കടം വാങ്ങിയതാണ്. അപ്പോൾ ആ 20 കോടി അടക്കമാണ് ഞാൻ പറഞ്ഞ 50 കോടി എനിക്ക് കമ്മിയാണെന്നാണ്. അപ്പോൾ ആ കടം വാങ്ങിയത് ഒഴിവാക്കിയിട്ട് വരുന്ന ഷോർട്ടേജ് നമ്മൾ പറയുന്ന പേരാണ് എന്താ? ധനക്കമ്മി. അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. മുഴുവൻ ചെലവ് മൈനസ് മുഴുവൻ റെസീറ്റ്. ഇതല്ല, ഇത് ബജറ്റ് ഡെഫിസിറ്റ് ആണ്. ബജറ്റ് ഡെഫിസിറ്റ് എന്ന് പറയും, ബജറ്റ് കമ്മി എന്ന് പറയുന്നത്. ബജറ്റ് കമ്മിയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ചോദിച്ചത് ധനക്കമ്മിയാണ്, ഫിസിക്കൽ ഡെഫിസിറ്റ് ആണ്. മുഴുവൻ ചെലവ് മൈനസ് മുഴുവൻ വരുമാന രസീതുകൾ പ്ലസ് കടമല്ലാത്ത മൂലധന രസീത്. കടമല്ലാത്തത്, അവിടെയാണ് നമ്മൾ ഉത്തരം കിടക്കുന്നത്. ബോറോയിങ് നമ്മളിലോട്ട് ഞാൻ പറഞ്ഞു ഇതിൽ 20 കോടി കടം ആണ് കേട്ടോ, അത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ നമ്മളെ കമ്മി, ധനക്കമ്മി എത്രയാണ്? 30 കോടിയേ ഉള്ളൂ. ശരിക്കും നമ്മുടെ കമ്മി എത്രയാണ്? 50 കോടിയാണ്. അതിൽ 20 എന്താണ്? നമ്മൾ പറഞ്ഞത് നമ്മൾ ഈ പറയുന്ന കടം മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പറയുന്നത് കടമില്ലാത്തതാണ് ഉദ്ദേശിച്ചുള്ളത്. സോറി, ഞാൻ പറഞ്ഞ 100 കോടിയിലാട്ടോ എന്തുള്ളത്? ഈ പറയുന്ന കടം വാങ്ങിയതുള്ളത്. അതെല്ലാം ചെറിയൊരു പ്രശ്നം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് തിരുത്തി തരാം, ക്ലിയർ ആവും നിങ്ങൾക്ക്. ഓക്കെ, ശ്രദ്ധിക്കുക. അതായത് നമ്മൾ പറഞ്ഞ നമുക്കുള്ള വരുമാനത്തിൽ എന്തുണ്ടാവും? ഇപ്പം 100 കോടിയാണ് വരുമാനമെങ്കിൽ, ശ്രദ്ധിക്കുക 100 കോടിയാണ് വരുമാനമെങ്കിൽ ഇതിൽ ഒരു 30 കോടി നമ്മൾ കടം മേടിച്ച വരുമാനം എന്ന് വിചാരിക്കുക. ആ 30 കോടി കടം മേടിച്ച വരുമാനം നമ്മൾ ഇതിൽ കൂട്ടുന്നില്ല. അത്ര ആലോചിച്ചാൽ മതി. കടം വാങ്ങിയാന്ന് പറഞ്ഞ ഒരു വരുമാനമാണല്ലോ ആ സമയത്ത്, അത് നമ്മൾ കൂട്ടുന്നില്ല. അത് കൂട്ടാത്ത ഈ കമ്മിയെ വിളിക്കുന്ന പേരാണ് എന്ത്? ധനക്കമ്മി. അതുകൊണ്ടാണ് മുഴുവൻ ചെലവ്, മുഴുവൻ വരവ് രസീതുകൾ പ്ലസ് കടമില്ലാത്ത മൂലധന രസീത്താണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത് നമ്മുടെ ബജറ്റിന്റെ കമ്മികൾ ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്നതാണ്. ബജറ്റ് കമ്മിയായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതാണ്. ഓക്കെ, ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് FRBM ആക്ട് എന്ന് പറഞ്ഞ ആക്ട് ഉണ്ട് അല്ലേ? നമുക്കറിയാം, ഈ പറയുന്ന പോലെ സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു സുതാര്യതയ്ക്ക് വേണ്ടിയിട്ടും അതേപോലെ ഈ പറയുന്ന നമ്മളിപ്പോൾ പറഞ്ഞ ധനക്കമ്മിയും അതേപോലെ ബജറ്റ് കമ്മിയൊക്കെ കുറയ്ക്കാൻ ഉദ്ദേശിച്ച ലക്ഷ്യത്തോടു കൂടി വന്ന സംഗതിയാണ് FRBM ആക്ട്. അതിൽ പല പരിഷ്കാരങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചാൽ താഴെ പറഞ്ഞ ലക്ഷ്യങ്ങൾ ഏതാണ് ശരിയായിട്ടുള്ളത്? പറയും ധനക്കമ്മി GDP-യുടെ 5% കുറയ്ക്കണം, റവന്യൂ കമ്മി പൂർണ്ണമായി ഇല്ലാതാക്കണം, സാമ്പത്തിക വിതരണങ്ങളിൽ കൂടുതൽ സുതാര്യത വേണം അല്ലേ? ഇതെല്ലാം ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, മുകളിൽ പറഞ്ഞ എല്ലാം ഉണ്ട്. പക്ഷേ ഇതിലൊരു ഓപ്ഷൻ തെറ്റാണ്. ഏതാണ് തെറ്റ്? നിങ്ങൾക്ക് അറിയാം ഏതാ തെറ്റ്? ഇതാണ് തെറ്റ് അല്ലേ? ഇത് 5% അല്ല, ഇത് എത്രയാണ്? 3%. 3%. 2004 ആക്ട് വരുമ്പോൾ നമ്മളെ പറഞ്ഞ ഈ ധനക്കമ്മി 3% കുറയ്ക്കാനും നമ്മുടെ ഈ റവന്യൂ കമ്മി എന്ന് പറഞ്ഞാൽ എന്താണ്? റവന്യൂ കമ്മി എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ റവന്യൂ അല്ലേ? അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ, അതായത് റവന്യൂ റെസീപ്റ്റ്സ്, റവന്യൂ വരുമാനം മൈനസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇതാണ് റവന്യൂ കമ്മി. ഇത് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാനാണ് പ്ലാൻ, സീറോയിലേക്ക് എത്തിക്കാനാണ് പ്ലാൻ. നമ്മൾ FRBM എന്ന് പറയുന്നതിൻ്റെ പ്ലാൻ സീറോയിലേക്കാണ്. ധനക്കമ്മി നമ്മൾ മാക്സിമം കുറച്ച് കൊണ്ടുവരാം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉത്തരം നമ്മൾ പറയുന്ന പോലെ ഏതാണ് ഉത്തരം? നമ്മൾ പറഞ്ഞ പോലെ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ 1 തെറ്റാണെങ്കിൽ 2ഉം 3ഉം അല്ലേ? 2ഉം 3ഉം ഉണ്ടോ? നമുക്ക് 2ഉം ഉണ്ട്, 2ഉം 3ഉം. ബി ആണ് ആൻസർ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം. താഴെ പറയുന്ന ഡാറ്റയിൽ നിന്ന് ഫാക്ടർ വിലക്ക് NNP കണക്കാക്കുക. അപ്പൊ നിങ്ങൾ ഈ ഫാക്ടർ വിലക്ക് NNP കണക്കാക്കുക എന്ന് പറഞ്ഞാൽ എന്താ ചോദിച്ചുള്ളത്? NNP-FC ആണ് നിങ്ങളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. NNP-FC ആണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ? NNP-FC കണ്ടെത്താൻ നമ്മൾ ചെയ്യുന്നത് ആദ്യം NNP-യുടെ വിപണി വില. NNP-യുടെ വിപണി വില എന്ന് പറഞ്ഞാൽ എന്താണ്? NNP-MP ആണ്. NNP-MP ആണ്. എത്ര കൊടുത്തിട്ടുള്ളത്? 5000 കോടി. നമ്മൾ ചുമ്മാ 5000 കൊടുക്കാം. NNP-MP 5000 കോടി. ഓക്കെ, NNP-FCയും NNP-MP നമ്മൾ വ്യത്യാസം എന്താ വ്യത്യാസം? ഞാൻ പറഞ്ഞ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്ന സംഗതിനെ നമ്മൾ അതിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന NNP-FC കിട്ടും. ഇനി ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ? പരോക്ഷ നികുതി ഉണ്ട്. പരോക്ഷ നികുതി പറഞ്ഞാൽ വെറും ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അത് എത്ര കൊടുത്തുള്ളത്? 400 കോടി രൂപ. പിന്നെ വേറെ ആരാ കൊടുത്തുള്ളത്? നിങ്ങൾ നോക്കിയേ, സബ്സിഡി ഉണ്ട്. സബ്സിഡി എത്രയാണ്? സബ്സിഡി 200 കോടി രൂപ. സബ്സിഡി 200 കോടി രൂപയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ പറയുന്ന നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ പരോക്ഷ നികുതിയിൽ നിന്ന്, അതാണ് ഇൻഡയറക്റ്റ് ടാക്സ്. സബ്സിഡി കുറച്ചാൽ കിട്ടുന്നതാണ് NIT എന്ന് പറയുന്ന നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസമാണ് 400 മൈനസ് 200 എത്രയാണ്? 200 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ തന്ന 5000 ഉണ്ട്. 5000 നമ്മൾ എന്ത് കുറയ്ക്കുക? 200 കുറയ്ക്കുക. 200 ആണ് കുറയ്ക്കുക. ചില ആൾക്കാർ 400 കുറയ്ക്കും അല്ലേ? അപ്പോൾ 5200 കൊടുത്താൽ കിട്ടുന്ന എത്രയാണ്? 4800. ഇതുണ്ടോ ഉത്തരത്തിൽ? ഉണ്ട്. C ആണ് നമ്മുടെ ഉത്തരം. ക്ലിയർ ആണല്ലോ? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ എല്ലാ ചേഞ്ചസും പഠിച്ചാൽ മാത്രമേ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ഇൻഡയറക്റ്റ് ടാക്സ് എന്താ? പരോക്ഷ നികുതിയും അതേപോലെ അറ്റ പരോക്ഷ നികുതിയുള്ള വ്യത്യാസം സബ്സിഡിയാണ് അല്ലേ? പരോക്ഷ നികുതി 100 ആണ്, സബ്സിഡി 20 ആണെങ്കിൽ
അപ്പോൾ അറ്റ പരോക്ഷ നികുതി എത്രയാണ്? 100 - 20. അതായത് എപ്പോഴും നമ്മൾ പറയുന്നത് നമ്മൾ സർക്കാരിന് കൊടുക്കുന്നതിന് നമുക്ക് കിട്ടുന്ന കുറയ്ക്കണം. നമുക്കാണല്ലോ സബ്സിഡി തരുന്നത്, നമ്മൾ കൊടുക്കുന്നതാണല്ലോ നികുതി. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസമാണ് അറ്റ പരോക്ഷ നികുതി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉത്തരം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ശരിക്കുള്ള ഇക്വേഷൻ ഇതാണ്, NNPFC കാണുന്ന ഇക്വേഷൻ ആണ്. ഈ പറയുന്ന നെറ്റിൻ്റെ ടാക്സിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു 2 പീസായിട്ട്. ഏത്? ഇൻഡയറക്റ്റ് ടാക്സ്, പരോക്ഷ നികുതിയും സബ്സിഡിയും. അതിൻ്റെ വ്യത്യാസമാണ് 200. അപ്പോൾ 200 നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ എല്ലാ ട്രാപ്പും നമുക്ക് തുറന്നു വെച്ചിട്ടുണ്ട്. എന്നാൽ ചില ആൾക്കാർ ഇക്വേഷൻ മാറിയതും NNP+ ആണെങ്കിൽ ആ ഉത്തരം ഇവിടെ ഉണ്ട്. ചില ആൾക്കാർ NNP+ ഈ പറയുന്ന നെറ്റിൻ്റെ അടുത്ത് 5200 ഇവിടെ ഉണ്ട് അല്ലേ. പിന്നെ നമ്മൾ 4400 ഉണ്ട്. ഇങ്ങനെയുള്ള പല തെറ്റിക്കാനുള്ള സാധ്യതകളുണ്ട്. 5600 ഉണ്ട് ഇവിടെ. അപ്പോൾ ഇങ്ങനെയുള്ള സാധ്യതകളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ ഉത്തരം 4800 കോടിയാണ്. ഇനി അടുത്ത് നോക്കുക, ക്രെഡിറ്റ് നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. നമ്മൾ പറഞ്ഞ നമ്മുടെ സമ്പദ്ഘടനയിലെ പണലഭ്യതയും അതുപോലെ ഈ പണപ്പെരുപ്പമൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് RBI എന്ന് പറയുന്ന ഉപയോഗിക്കുന്നുണ്ട്. RBI എന്തൊക്കെ ഉപയോഗിക്കുന്നതാണ്? ബാങ്ക് നിരക്ക്, ആ പേര് കേട്ടാൽ തന്നെ RBIയുടെ ടൂളാണല്ലേ. ബാങ്ക് റേറ്റ് ആണ് അതല്ലേ. വേരിയബിൾ റിസർവ് റേഷ്യോ, അതായത് വേരിയബിൾ റിസർവ് റേഷ്യോ രണ്ടെണ്ണമാണ്, CRR-ഉം SLR-ഉം. ക്യാഷ് റിസർവ് റേഷ്യോയും സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡ് റേഷ്യോ. ഇത് രണ്ടുമാണ് നമ്മുടെ വേരിയബിൾ റിസർവ് റേഷ്യോ ആണല്ലോ. തുറന്ന വിപണി പദ്ധതികൾ അതെന്തുട്ടാണ് അല്ലേ? തുറന്ന വിപണി പദ്ധതികൾ അല്ലേ. തുറന്ന വിപണി പദ്ധതികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ അല്ലേ. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ അത് എന്തുണ്ട്? അപ്പോൾ നിങ്ങൾക്ക് മേൽ പറഞ്ഞതിൽ ശരി ഏത്? എന്ന് ചോദിച്ചുള്ളത് ഇതെല്ലാം ഇവരതാണോ? ബാങ്കിൻ്റെതാണോ? അതെ, ഇതെല്ലാം ബാങ്കിനാണ്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിലാണ് നമ്മൾ നേരത്തെ ഗവൺമെന്റ് സെക്യൂരിറ്റി വിൽക്കുക വാങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മളെ വേരിയബിൾ റേഷ്യോ, ഇത് ബാങ്ക്, ഇത് 3 ഇതാണ്. അപ്പം എല്ലാം ശരിയാണ്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ പഴയതാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ 2021 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2021 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നോക്കുക, ഇന്ത്യയുടെ ചില പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോ പഞ്ചവത്സര പദ്ധതി മുന്നോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഓരോരോ ലക്ഷ്യങ്ങളുണ്ട് അല്ലേ. ആ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ ആരോഹണ ക്രമം, കാലക്രമ പട്ടികയിൽ ഏത് ഫസ്റ്റ്, അടുത്തത് ഏത്, സെക്കൻഡ് ഏത്, അങ്ങനെ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ തിരിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ നോക്കുക, സമഗ്ര വളർച്ച എന്ന് പറഞ്ഞിട്ട് അത് ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ്. ഇൻക്ലൂസീവ് ഗ്രോത്ത് ഇത് എപ്പോഴാണ് നമ്മൾ കൊണ്ടുവന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണം, അതായത് റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ നമുക്ക് ഓർമ്മയുണ്ട്. കാർഷിക വികസനം അല്ലേ. കാർഷിക വികസനം നമ്മൾ മനസ്സിലാക്കുന്ന 1 പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പോൾ അതായിരിക്കും 1. അതാണ് 1. അപ്പോൾ 3 എന്നുള്ളൊരു ഐഡിയ മാത്രമുള്ളവർക്ക് ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട്. അത് വെച്ച് നമുക്ക് ആൻസറിൽ എത്താൻ പറ്റില്ല അല്ലേ. 3 ഓപ്ഷൻ നമുക്കിവിടെ 3, 1 എന്നുള്ളതുണ്ട്. ഇതിൽ വെച്ച് നമുക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ 1 എന്തായാലും ഇത് തന്നെയാണ്. അതായത് നമ്മൾ 1 പഞ്ചവത്സര പദ്ധതി 1951-56 ആണ് ഇത്. പിന്നെ നമ്മൾ 2ാമത്തെ പഞ്ചവത്സരത്തിലാണല്ലോ വ്യവസായം. അപ്പോൾ ഇതല്ലേ അത്. അപ്പോൾ 2ാമത്തെ നോക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഏതാണ്? 2 ഓപ്ഷൻ ഇല്ല. 56, 61 ആണല്ലോ. പിന്നെ പറഞ്ഞാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം എത്ര പഞ്ചവത്സര പദ്ധതിയാണ്? 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. 5ാമത്തെ പഞ്ചവത്സര നമുക്ക് എന്താണ് ഓർമ്മ വരുന്നത്? 76 അല്ലെ 78 വരെയുള്ള പദ്ധതിയാണ്. നമ്മൾ 74, 79 ആയിരുന്നു. 1974, 78 വരെ. ഇതാണ് നമ്മളെ 78 എന്ന് പറയാം, കാരണം പൂർണ്ണമായിട്ടില്ല. ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഈ സമഗ്ര വളർച്ച എന്ന് പറയുന്നത് നമ്മുടെ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഇതാണ് 11ാമത്തെ പദ്ധതിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ലാസ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മൾ എണ്ണി നോക്കാം. 3 ആദ്യം കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണ് വ്യവസായത്തിന്റെ 3 കഴിഞ്ഞാൽ 2 വേണം. അപ്പോൾ നമുക്ക് ഈ 2 ഓപ്ഷൻ വെട്ടാം. എയോ ബിയോ ആയിരിക്കും. 3 കഴിഞ്ഞാൽ 2 വേണം അല്ലേ. ഇതാണ് 2ാമത്തെ നമ്മൾ പറഞ്ഞത്. വർഷം നോക്കുകയാണെങ്കിൽ അല്ലേ 51, 56, 56, 61. 3ാമത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. അത് കഴിഞ്ഞാൽ 4 വേണം. സോ ഇനി ഇതിലേക്ക് പോകണ്ട. 3, 2, 4, 1 ഇതാണ് കറക്റ്റ് ഓർഡർ. അപ്പോൾ നമ്മൾ ലക്ഷ്യങ്ങൾ മനസ്സിലായിരിക്കും. പഞ്ചവത്സര പദ്ധതി ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ഒരു ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അവിടെ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ നേടിയെടുത്ത ഗോളുകളുണ്ട്, നേടിയെടുത്ത ടാർഗറ്റുകളുണ്ട്, അതുപോലെ ലക്ഷ്യങ്ങളുണ്ട്, പദ്ധതികൾക്ക് ഓരോ പേരുകളുണ്ട്. ഇങ്ങനെയുള്ള പല പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ചോദ്യം വരാറുണ്ട്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. നിങ്ങൾ 2020 സാമ്പത്തിക, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ പറഞ്ഞല്ലോ 2021 നിങ്ങളുടെ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ 2025 എഴുതാൻ പോകുന്ന വ്യക്തിയാണെങ്കിൽ, ഉദ്യോഗാർത്ഥിയാണെങ്കിൽ, നിങ്ങൾ 2024 എക്കണോമിക്സിൻ്റെ നൊബേൽ സമ്മാനം കൃത്യമായിട്ട് പഠിച്ചു പോകണം. എക്കണോമിക്സിൻ്റെ നൊബേൽ സമ്മാനം പഠിച്ചു പോകണം. എന്തായാലും ഒരു ചോദ്യം പറയാം. ഒന്നെങ്കിൽ അത് നേടിയ ആളുകളുടെ പേര്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് അത് ലഭിച്ചിട്ടുള്ളത്, എന്തിൻ്റെ ഒരു സംഭാവനയ്ക്ക് കിട്ടിയിട്ടാണ് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ 2020 സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ പുരസ്കാരത്തിൽ ആളുടെ പേര് കൊടുത്തിട്ടുണ്ട്. പോളാർ മിൽഗ്രോം, അതേപോലെ റോബർട്ട് ബി വിൽസൺ അർഹരായതാണ്. ഇവരുടെ ഏത് സംഭാവന വെച്ചുള്ളത്. ഓക്കെ, അപ്പോൾ ഇവരെ 2020 ഏത് സംഭാവന, ആർക്കും ഉത്തരം പറയാൻ പറ്റുമോ? ഒന്ന് പോസ് ചെയ്ത് ഉത്തരം പറഞ്ഞേ.
അതെ, ലേല സിദ്ധാന്തത്തിന്റെ പുനർനിർമ്മാണം പുതിയ ലേല ഫോർമാറ്റിനാണ്. ലേലമായിട്ട് ഓപ്ഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അവർക്ക് എ ആണോ ഇതിന്റെ ഉത്തരം? എ ആണ് ഉത്തരം. അപ്പോൾ ഇതാണ് നൊബേൽ സമ്മാനത്തിൽ നമ്മൾ വ്യക്തികളുടെ പേര് മാത്രം പഠിച്ചു പോയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്തിനാണ് അവർ സംഭാവന ചെയ്തതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഈ ഒരു ചോദ്യത്തിന് മുന്നേ ഇതൊന്ന് അറിഞ്ഞു വെച്ചോളൂ. നൊബേൽ സമ്മാന ജേതാക്കൾ ഞാൻ ഇത് പറയുന്ന 2024 ഇത് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. ഇപ്പോൾ പറഞ്ഞ ചോദ്യം പോലത്തെ ചോദ്യം വരാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും, എക്കണോമിക്സിന് ഒരു മാർക്ക് കിട്ടിയിരിക്കും. അപ്പോൾ 2022 കാര്യങ്ങൾ പറയുന്നത് ആരൊക്കെയാണ് എന്നുള്ളതും എന്തിനു വേണ്ടിയാണ് അവർക്ക് നൊബേൽ സമ്മാനം കിട്ടി, 2 കാര്യങ്ങൾ. ആരൊക്കെയാണ്, എന്തിനു വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഡാരൻ അസമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ. ഓക്കെ, ഞാനിവിടെ നിങ്ങൾ ഒരു ട്രിക്ക് എന്നല്ല, നമുക്ക് 2024 നൊബേൽ സമ്മാനം ട്രിക്ക് എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഞാൻ നിങ്ങൾ ഒരു പേര് ഓർത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് എല്ലാത്തിനും നോക്കുക. സാരൻ അല്ലേ, സൈമൺ അല്ലേ, ജോൺസൺ, റോബിൻസൺ അല്ലേ, ഒരു അമ്മ പറ്റ മക്കളെ പോലെ നമുക്ക് തോന്നില്ലേ? അപ്പോൾ ഇവരാണ് ഈ അവസാനം. ഇനി വേറെ സണ്ണുകളൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ നമുക്ക് ഇങ്ങനത്തെ പേരുകൾ ഓർത്ത് വെക്കാനുള്ള ചെറിയൊരു ട്രിക്ക് ഞാൻ ഇവിടെ പറയാണ്. അപ്പോൾ 2024 നൊബേൽ സമ്മാനം കിട്ടിയ ആളുടെ പേരിൽ എല്ലാവരുടെ പേരിലും ഒരു സൗണ്ട് നമുക്ക് കാണാൻ പറ്റും. ഡാരൻ അസമോഗ്ലു, അതേപോലെ സൈമൺ ജോൺസൺ, പുള്ളിയുടെ പേരിൽ 2 ഉണ്ട് അല്ലേ, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ. അപ്പം സൈമൺ, ജോൺസൺ, റോബിൻസൺ, ഡാരൻ അല്ലേ, ഒക്കെ നിങ്ങൾ പരിചയമുള്ള കുറേ പേരുണ്ട്. സൈമൺ നമ്മൾ കേട്ട് പരിചയമുള്ള പേരാണ്, ജോൺസൺ, റോബിൻസൺ അല്ലേ, അതുകൂടെ ഡാരനും കൂടി പഠിച്ചു വെച്ചാൽ നമ്മുടെ ആ നൊബേൽ സമ്മാന പേരുകൾ തെറ്റാതെ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി എന്തിനു വേണ്ടിയാണ്, അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. നേരത്തെ ചോദ്യം വെച്ച് നോക്കണം, ഇത് നിങ്ങൾ പഠിക്കണം. സ്ഥാപനങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു എന്നും, സ്ഥാപനങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്ഥാപനങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു എന്നും, സമൃദ്ധി അതായത് പ്രോസ്പിരിറ്റി എങ്ങനെ ബാധിക്കുന്നു എന്നും സംബന്ധിച്ച ഗവേഷണത്തിനാണ്. അതായത് ഒരു സ്ഥാപനം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിന്റെ ഭാഗവാക്കായിട്ട് അവിടെ നമുക്ക് പ്രോസ്പിരിറ്റി ഉണ്ടാവാണ്. എന്നൊരു സ്ഥാപനം നമ്മൾ ഈ കാണുന്ന ഒരു സ്ഥാപനമല്ല, ഇപ്പോൾ സൊസൈറ്റിയിലൊക്കെ ഉണ്ടാകുന്ന പല മാറ്റങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിന്റെ ഭാഗമായിട്ട് അവിടെ അതിൻ്റെ ഒരു മാറ്റം സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു വളർച്ച, അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാവാണ്, അല്ലെങ്കിൽ സമൃദ്ധി ഉണ്ടാവാണ്. അതാണ് ഇവർ കണ്ടെത്തിയ പഠനം. ഇതിനെ പറഞ്ഞ ജനാധിപത്യത്തെയും നിയമവാഴ്ചയും ഉൾക്കൊള്ളുന്ന സ്ഥാപനങ്ങൾ, അതായത് പറഞ്ഞ ജനാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ നിയമവാഴ്ച, ഇതിനൊക്കെ നമ്മൾ പറയുന്ന ജനങ്ങളുടെ നന്മക്ക് വേണ്ടിയിട്ടുള്ള കുറേ സ്ഥാപനങ്ങൾ, അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രങ്ങളെ നയിക്കുന്നതെന്നും അവരുടെ പ്രവർത്തനം തെളിയിച്ചു. കാരണം ഇപ്പോൾ നല്ല നല്ല സ്ഥാപനം ഉണ്ടായാൽ ആ രാജ്യത്തിൻ്റെ ഈ പറയുന്ന ആളുകളുടെ ക്ഷേമം, ആളുകളുടെ ഹാപ്പിനെസ്, ഇതിലൊക്കെ മാറ്റം വരും. അപ്പം സ്ഥാപനങ്ങൾ, അതാണ് നിങ്ങൾ മനസ്സിൽ വേണ്ട കോട്ട് പോയിന്റ് ആണ്. സ്ഥാപനങ്ങളും അതുമൂലം ഉണ്ടാവുന്ന സമൃദ്ധിയും, ഇതാണ് 2024 ഇവരെ സംഭാവന. പേരുകൾ നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യാന്നുള്ളതല്ല, ജസ്റ്റ് ഇങ്ങനെ അറിഞ്ഞിരിക്കുക. ഇനി ഞാൻ ഇതോടൊപ്പം തന്നെ കണക്ട് ചെയ്തിട്ട് 2 മുൻ വർഷങ്ങൾ കൊടുക്കുന്നുണ്ട്. 2023 ക്ലോഡിയ ഗോൾഡി എന്ന് പറഞ്ഞ ലേഡിക്കാണ് കിട്ടിയിട്ടുള്ളത്, 2023 അല്ലേ. അതെന്തായാലും ചോദിക്കാനുള്ള സാധ്യത പോട്ടെ, ചിലപ്പോൾ ചോദിച്ചേക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിലെ സ്ത്രീകളുടെ ചരിത്രപരമായ പങ്കിനെ കുറിച്ച്. അപ്പം കിട്ടിയത് ആർക്കാണ്? ഒരു ലേഡിക്കാണ് അല്ലേ, ക്ലോഡിയ ഗോൾഡിൻ. അപ്പോൾ ക്ലോഡിയ ഗോൾഡിനെ കിട്ടില്ല. ക്ലോഡിയ ഗോൾഡിൻ പറഞ്ഞ എന്താണ്? സ്ത്രീകളുടെ ചരിത്രപരമായ പങ്കിനെ കുറിച്ച്. അപ്പം കിട്ടിയത് ലേഡിക്കാണ്. പുള്ളിക്കാരത്തി പഠിച്ചത് എന്താണ്? സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ടാണ്. 2022 ബെൻ എസ് ബെർണാങ്കെ, ഡെക്സ് ഡബ്ല്യു ഡൈമണ്ട്, ഫിലിപ്പ് എച്ച് ഡോയ്ബിക്. അപ്പോൾ ഈ ഡൈബിക് ഇത്ര ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്, 3 പേര് കിട്ടിയിട്ടുണ്ട് നേരത്തെ കിട്ടിയ പോലെ. ഇവരെന്താ ചെയ്തത്? ബാങ്കുകളെയും സാമ്പത്തിക പ്രതിസന്ധികളെയും കുറിച്ചുള്ള ഗവേഷണത്തിന്, നിങ്ങൾ മനസ്സിലാക്കുക 2022 2021 നമ്മൾ കോവിഡ് എന്നൊക്കെ ഇറങ്ങി വരുന്നുള്ളൂ അല്ലേ. കോവിഡിന്റെ ആ ഒരു പ്രശ്നത്തൊക്കെ നമ്മൾ ഇറങ്ങി. അപ്പോൾ ആ സമയത്ത് കുറേ ബാങ്കുകൾ തകർന്നിട്ടുണ്ട്, കുറേ കമ്പനികൾ നഷ്ടത്തിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവരെ അന്വേഷണം അതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. നമ്മൾ കോവിഡ് സമയത്ത് വാക്സിൻ കണ്ടെത്തിയ ആർക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അല്ലേ, നൊബേൽ സമ്മാനം. അതേപോലെ ഇവിടെ ബാങ്കുകളെയും സാമ്പത്തിക പ്രതിസന്ധികളെയും കുറിച്ചുള്ള ഗവേഷണത്തിനാണ് ഇവർക്ക് ബഹുമതി കിട്ടിയുള്ളത്. അപ്പോൾ 2024, 23, 22, 24 കൂടുതൽ ഊന്നൽ കൊടുക്കാം. ഇനി അടുത്തത് ചോദ്യം ഇതാണ്, ഗുഡ്സ് ആൻഡ് സർവീസ് നികുതി. ഇത് വളരെ ഈസി ആയിട്ട് പഠിച്ച് നമ്മൾ അത്രയും പഠിച്ച് സെറ്റാക്കിയ സാധനമാണ് ഗുഡ്സ് ആൻഡ് സർവീസ്, അല്ലെങ്കിൽ ചരക്ക് സേവന നികുതി. ഇത് നിലവിൽ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ ഏറ്റവും അല്ലേ ഉത്തരം ഇതൊരു മാർക്കാണ്, ഷുവറാണ്, എല്ലാവരും വാങ്ങിയിട്ടുണ്ടാവും. PSC എഴുതി എല്ലാവരും ഈ മാർക്ക് വാങ്ങിയിട്ടുണ്ടാവും അല്ലേ. കിട്ടി. അതെ, ജൂലൈ 1 അതായത് 2017 ജൂലൈ 1 എന്ത് വന്നിട്ടുള്ളത്? GST വന്നിട്ടുള്ളത്. ഇവിടെയൊക്കെ ഏപ്രിലൊക്കെ ട്രാപ്പാണ്, നമുക്ക് ഈ ഏപ്രിൽ എന്നുള്ളത് തരും. അപ്പോൾ ഏപ്രിൽ ട്രാപ്പാണ്. ബാങ്കുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൂടുതൽ ഏപ്രിലാണെന്നുള്ളത്. ഇപ്പം ബാങ്കിൻ്റെ സംയോജനം, ബാങ്കിൻ്റെ ഇതൊക്കെ ഓക്കെ. അതല്ലാത്ത ഈ പറയുന്ന GST വന്നിട്ടുള്ളത് നമ്മൾ ഇപ്പം ഈ വർഷം തന്നെ സംഭവിച്ചിട്ടുണ്ട്. എന്ത്? SBI അനുബന്ധ ബാങ്കുകൾ എന്തായിട്ടുണ്ട്? ഒന്നായിട്ടുണ്ട്. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏപ്രിൽ 1, 2017 ഈ സെയിം വർഷം 2017 ഏപ്രിൽ 1 SBI അസോസിയേറ്റ് ബാങ്കുകൾ എന്തായിട്ടുള്ളത്? മെർജ് ചെയ്തിട്ടുള്ളത്. അത് ഇതേ വർഷം തന്നെ കേട്ടോ. അതുകൊണ്ട് അത് അറിഞ്ഞിരിക്കുക. ഇവിടെ ഇപ്പോൾ ഒരു 1 ഇട്ട് കഴിഞ്ഞാൽ ആ ബാങ്കായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. പോട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ അറിയിക്കുക 1 ജൂലൈ 2017.
ഇനി അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഡയറക്റ്റ് നികുതി, അതായത് നമ്മൾ പറയുന്ന പ്രത്യക്ഷ നികുതി ആട്ടോ, എന്നാൽ ഇമ്പാക്ട് ഒരു വ്യക്തിയിലും ഇൻസിഡൻസ് മറ്റൊരു വ്യക്തിയിലാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, എന്താണ് പ്രത്യക്ഷ നികുതി, എന്താണ് പരോക്ഷ നികുതി എന്ന് പറഞ്ഞാൽ അല്ലേ. അത് പ്രത്യക്ഷ നികുതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നികുതി ചുമത്തുന്നതും നികുതി ഭാരം അല്ലെങ്കിൽ നികുതി പേ ചെയ്യുന്നതും ഒരാൾ തന്നെയാണ്. ഇമ്പാക്റ്റും ഇൻസിഡൻസും അതായത് എൻ്റെ മോൾ നികുതി ചുമത്തിയെങ്കിൽ ഞാൻ തന്നെ നികുതി അടയ്ക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, പ്രത്യക്ഷ നികുതി എന്ന് പറയാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സ് പറയാം. പരോക്ഷ നികുതി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നികുതി ചുമത്തുന്ന എൻ്റെ മുകളിലും നികുതി പേ ചെയ്യുന്നത് മറ്റൊരാളും, അല്ലെങ്കിൽ ഞാൻ എന്താക്കാണ് അത് കൈമാറ്റം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഉൽപ്പാദകൻ്റെ കേസ് എടുക്കുകയാണ്, ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഉൽപ്പാദകൻ, അപ്പോൾ ഉൽപ്പാദനൻ്റെ മുകളിൽ ചുമത്തിയ നികുതി ആയിരിക്കും, അദ്ദേഹം അത് പേ ചെയ്തിട്ടില്ല, പകരം ആരാണ് ചെയ്തിട്ടുള്ളത്, അവസാനം വാങ്ങുന്ന ഉപഭോക്താവാണ് പേ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ GST എടുക്കാം, GST ചുമത്തിയിട്ടുള്ള ആരുടെ മുകളിലാണ്, അത് ഉൽപ്പാദിപ്പിച്ച ആളുടെ മുകളിലാണ്, പക്ഷെ അവസാനം ആരാണോ സാധനം മേടിക്കുന്നത് ആളാണ്. അവിടെയാണ് നമ്മൾ പറഞ്ഞ പോലെ ഈ ഡയറക്റ്റ് ടാക്സിൻ്റെ ഇമ്പാക്റ്റും ഇൻസിഡൻസും രണ്ടായിട്ട് വരുന്നത്. ഇവിടെ ചോദിക്കുക, ഡയറക്റ്റ് നികുതി എന്നാൽ ഇമ്പാക്റ്റ് ഒരു വ്യക്തിയിലും ഇൻസിഡൻസ് മറ്റൊരു വ്യക്തിയിലുമായി. രണ്ട് വ്യക്തികളെ നമ്മൾ പറയുന്നത് പരോക്ഷ നികുതിയിലാണ്. കാരണം ചുമത്തുന്ന ഒരാളെയും അടയ്ക്കുന്ന വേറെ ആളാകുമ്പോഴാണ് എന്ത് വരുന്നത്, അവിടെ പരോക്ഷ നികുതി. അപ്പോൾ ഇത് തെറ്റാണ്, തെറ്റല്ലേ? പരോക്ഷ നികുതി ഇൻഡയറക്റ്റ് ടാക്സ് എന്നാൽ ഇമ്പാക്റ്റും ഇൻസിഡൻസും ഒരു വ്യക്തിയിൽ ആകുന്ന നികുതിയാണ്. അത് നേരെ തിരിച്ചു തന്നുള്ളത്. അതിൻ്റെ ഉത്തരം നേരെ മറിച്ച് തന്ന ഇതും തെറ്റാണ്. പരോക്ഷ നികുതിയുടെ ഭാരം കൈമാറ്റം ചെയ്യാവുന്നതാണ്. അതായത് പരോക്ഷ നികുതിയുടെ ഭാരം അത് ശരിയാണ്, കാരണം നികുതി ചുമത്തിയത് ആ ഉൽപ്പാദന മുകളിലാണ്, അദ്ദേഹം അത് കൈമാറ്റം ചെയ്തു. ആർക്ക്? അവസാനം ആരാണോ സാധനം മേടിക്കുന്നത് അയാളെ മുകളിൽ കൈമാറ്റം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 3 ശരി. അങ്ങനെ 3 മാത്രം ഉണ്ടോ? 3 മാത്രം ഉണ്ട് അല്ലേ? 3 മാത്രമേ ശരിയുള്ളൂ, ബാക്കി രണ്ടും തെറ്റാണ്. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ശരിയായ പ്രസ്ഥാനം ഉണ്ടോ? ശരിയായ പ്രസ്ഥാനം കണ്ടെത്താൻ പറഞ്ഞത് തെറ്റല്ല. ഇത് ശ്രദ്ധിക്കണം, ഈ ശരി തെറ്റ് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മളിനി പോവും, ഒരു മാർക്ക് പറന്നു പോകണ കാണാൻ പറ്റും. ഓക്കെ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇന്ത്യയിൽ, നമ്മൾ ബാങ്കായിട്ട് ബന്ധപ്പെട്ടാണ്, നമ്മുടെ സെൻട്രൽ ബാങ്ക്, ഇന്ത്യയിൽ RBIക്കാണ് രൂപയും നാണയങ്ങളും പുറത്തിറക്കാനുള്ള കുത്തക അവകാശമുള്ളത്. കേൾക്കുമ്പോൾ എന്ത് രസമുള്ളല്ലേ? രണ്ടാമത്തെ ഇതിലൊക്കെ ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം സൂക്ഷിക്കുകയും കൈകാര്യം ചെയ്യുന്നതും RBI ആണ്. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് അല്ലേ? ഓപ്പൺ മാർക്കറ്റിൽ പ്രവർത്തനങ്ങളും RBI ചെയ്യുന്നുണ്ട്. ഓപ്പൺ മാർക്കറ്റിലെ പ്രവർത്തനങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ഗവൺമെന്റ് സെക്യൂരിറ്റികൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നുണ്ട്, RBI ചെയ്യുന്നുണ്ടല്ലോ, അത് നമുക്കറിയാം, ശരിയാണ് അല്ലേ? വിദേശ നാണയ ശേഖരം, യെസ്, അതും നമ്മൾ RBI തന്നെ അറിഞ്ഞിരിക്കുക. പിന്നെ പറയുന്നത് സെക്യൂരിറ്റികൾ, അതിൻ്റെ തുടർച്ചയാണ് പറഞ്ഞത്. നാണയപ്പെരുപ്പ് ഉണ്ടാകുമ്പോൾ RBI ക്യാഷ് റിസർവേഷൻ കുറയ്ക്കുന്നു. നാണയപ്പെരുപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫ്ലേഷൻ ആണല്ലേ? ആ പറഞ്ഞ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്ത് CRR ആണ്, CRR. ഓക്കെ, CRR കുറയ്ക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, CRR എന്ന് പറഞ്ഞാൽ എന്താണ്? CRR എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുക, നമ്മുടെ എല്ലാ ബാങ്കും, ഇപ്പോൾ ഏതൊരു ബാങ്ക് എടുത്താലും, ഇപ്പോൾ SBI എന്നുള്ള ബാങ്ക് എടുക്കുകയാണ്, ഏത് ബാങ്ക് എടുത്താലും ഇവരെ മൊത്തം ഡെപ്പോസിറ്റിൻ്റെ, നിക്ഷേപത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം എവിടെ വെക്കണം? RBIയിൽ വെക്കണം. ഓക്കെ, ഒരു നിശ്ചിത ശതമാനം. കാരണം ഈ ഒരു ഡെപ്പോസിറ്റ് നിക്ഷേപം വെച്ചിട്ടാണ് ഇവർ ലോണൊക്കെ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ നിശ്ചിത ശതമാനം RBIയിൽ വെക്കണം. ഇപ്പം നമ്മുടെ സമ്പദ്ഘടനയിൽ ഭയങ്കരമായ പണപ്പെരുപ്പുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര വിലക്കയറ്റുണ്ട് വിചാരിക്കുക. വിലക്കയറ്റ് ഉണ്ടാകുമ്പോൾ ഈ ബാങ്കിൻ്റെ കയ്യിൽ കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ അത് വീണ്ടും നമ്മുടെ കയ്യിലേക്ക് എത്തും അല്ലേ? നമ്മുടെ കയ്യിലേക്ക് എത്തുകയാണെങ്കിൽ വീണ്ടും ഈ വിലക്കയറ്റം വീണ്ടും അതിനേക്കാൾ മടങ്ങും, കൂടും. അപ്പോൾ ഈ സമയത്ത് ഈ പറയുന്ന ഒരു നിശ്ചിത ശതമാനം നമ്മൾ പറഞ്ഞ RBIയിൽ വെക്കാന്നുണ്ടല്ലോ, ഈ നിശ്ചിത ശതമാനം ആര് കൂട്ടിയാൽ മതി? RBI കൂട്ടിയാൽ മതി. RBI നിശ്ചിത ശതമാനം കൂട്ടാണെങ്കിൽ ഈ ബാങ്കിൻ്റെ കയ്യിൽ, ഇപ്പോൾ SBIൻ്റെ കയ്യിൽ 100 കോടി രൂപ എന്നുള്ളത് വിചാരിക്കുക, 100 കോടിയാണെന്ന് വിചാരിക്കുക. ഓക്കെ, 100 കോടി രൂപ എന്ന് വിചാരിക്കുക. അപ്പോൾ 100 കോടിയുടെ ആദ്യം പറഞ്ഞ 20% CRR എന്നുള്ളത് വെക്കണം. ഇപ്പം ബാക്കി 80 കോടി ഉപയോഗിക്കായിരുന്നു ഇവർക്കും, 80 കോടി ആളുകൾക്ക് കൊടുക്കായിരുന്നു. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്തു? ഇവർ CRR കൂട്ടിക്കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരു 30% ആക്കാണ്. അപ്പോൾ ഇവിടെ എന്തായി? ഈ 30 കോടി RBIയിൽ വെക്കണം, ബാക്കി 70 കോടി ഇവരുടെ കയ്യിലുള്ളൂ. അപ്പോൾ 70 കോടി ഇവരുടെ കയ്യിലുണ്ടാകുമ്പോൾ, ബാങ്കിൻ്റെ കയ്യിലുണ്ടാകുമ്പോൾ, ബാങ്ക് കയ്യിലുള്ള പൈസയുടെ ലഭ്യത കുറഞ്ഞു. ബാങ്ക് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും പലിശ നിരക്ക് കൂട്ടും. നമ്മൾ ലോൺ എടുക്കില്ല, നമ്മൾ ബിസിനസ്സിന് വായ്പ എടുക്കില്ല, നമ്മൾ ഹോം ലോൺ എടുക്കില്ല, നമ്മൾ വെഹിക്കിൾ ലോൺ എടുക്കില്ല, നമ്മുടെ കയ്യിൽ പൈസ എത്തില്ല. അപ്പം ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം, നാണ്യപ്പെരുപ്പ് ഉണ്ടാകുന്ന സമയത്ത് CRR ആണെങ്കിലും SLR ആണെങ്കിലും റിപ്പോ റേറ്റ് ആണെങ്കിലും റിവേഴ്സ് റിപ്പോ ആണെങ്കിലും ഇതെല്ലാം കൂട്ടാണ് വേണ്ടത്. ഇപ്പോൾ പറഞ്ഞേട്ടോ, CRR, SLR, റിപ്പോ, റിവേഴ്സ് റിപ്പോ ഇവരൊക്കെ കൂട്ടാണ് വേണ്ടത്. അപ്പോൾ അതൊന്നും അറിഞ്ഞു വെച്ചാൽ മതി. നീ പറഞ്ഞ പോലെ നമ്മൾ ഇതിന് നേരെ നാണയ ശോഷണം ഉണ്ടാകുന്ന സമയത്ത് എന്ത് സംഭവിക്കണം? ഇതെല്ലാം കുറയ്ക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ പറഞ്ഞു നോക്കുക, നാണയപ്പെരുപ്പ് ഉണ്ടെങ്കിൽ RBI ക്യാഷ് റിസർവേഷൻ കുറയ്ക്കുന്നു എന്ന് പറഞ്ഞത് ഇത് തെറ്റാണ്, കൂട്ടാണ് വേണ്ടത്, ഇത് തെറ്റാണ്. അപ്പോൾ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? അതും തെറ്റായിരുന്നു അല്ലേ? ഞാനതിൽ നമ്മൾ ഫോക്കസ് ചെയ്തില്ല. ഇവിടെ പറഞ്ഞത് രൂപയും നാണയങ്ങളും അല്ലേ? നിങ്ങൾക്കറിയാം, നാണയങ്ങൾ ഇറക്കുന്ന ആരാണ്? RBI ആണോ? അത് ഗവൺമെന്റ് ആണ്.
രൂപയെ മുഴുവൻ ഇറക്കുന്ന RBI ആണോ? അല്ല. 1 രൂപ നോട്ട് നമുക്കറിയാം, 1 രൂപ നോട്ട് ഇറക്കുന്നത് ഗവൺമെന്റ് ആണ്. അതുകൊണ്ട് 1 തെറ്റാണ്, 4 തെറ്റാണ്. അപ്പം മുകളിൽ ഏതൊക്കെ പ്രസ്ഥാനങ്ങളാണ് ശരി എന്ന് വെച്ചത്? അപ്പോൾ നമുക്കിവിടെ 2ഉം 3ഉം ശരിയാണ്. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. 2ഉം 3ഉം മാത്രം, 2ഉം 3ഉം മാത്രമേ ശരിയുള്ളൂ നമുക്ക്, അല്ലേ? 2ഉം 3ഉം മാത്രമേ ശരിയുള്ളൂ. ഇനി അടുത്ത് നോക്കാം, താഴെ കൊടുത്തിരിക്കുന്ന ഏതാണ് സർക്കാർ പൊതു ചെലവുകളിൽ ഒറ്റയ്ക്ക് ഏറ്റവും വലിയ? നമ്മൾ സർക്കാരിന് ചെലവുണ്ട്, നമ്മൾ അറിയാലോ, ഓരോ ബജറ്റ് ഇറക്കുന്ന സർക്കാർ ചെലവ് കാണിക്കും. ഈ സർക്കാർ ചെലവിൽ ഏറ്റവും കൂടുതൽ ചെലവ് എന്തിനാണെന്ന്, സർക്കാർ ചെലവാക്കുന്നത് എന്തിനു വേണ്ടി? പൈസ, അത് ഓരോ ബജറ്റിൽ എന്തിനു വേണ്ടി? അപ്പോൾ ഉള്ള പലിശ അടവുകൾ, ശമ്പളവും പെൻഷനും, പ്രതിരോധ ചെലവുകൾ, സാമൂഹിക സേവനത്തിലുള്ള ചെലവുകൾ. അപ്പോൾ നിങ്ങൾ അപ്പോൾ യുദ്ധസമാനമായ ഇതൊക്കെ ഉണ്ടായി, നമ്മൾ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്, ഡിഫൻസ് എന്നുള്ളതാണ്. നമ്മളത് ഇങ്ങനെ ചുമ്മാ വെറുതെ ഗസ് വർക്ക് ചെയ്യരുത്. ഇതിന് കൃത്യമായ ഡാറ്റ ബജറ്റിലുണ്ടാവും. അപ്പോൾ ബജറ്റ് വെച്ചിട്ടാണ് ചോദ്യം വരുന്നത്. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ബജറ്റൊക്കെ ഏത് ബജറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ പൊതുവെ കാണാൻ പറ്റും ഈ ഒരു ചോദ്യം 2022 വന്നുള്ളത്. 2022 ചോദ്യമാണ്. 2022 ചോദ്യം എന്ന് പറഞ്ഞാൽ 2021, 22 ബജറ്റ് വെച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പം 2022, 23 ബജറ്റ്. അപ്പോൾ ആ ബജറ്റിൽ ഏറ്റവും സാമൂഹിക സേവനത്തിലുള്ളതാണോ? അല്ല. പ്രതിരോധ ചെലവാണോ? അല്ല. ശമ്പളം പെൻഷനാണോ? അല്ല. എന്താണ്? പലിശ അടവുകളാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ചിലവാക്കുന്നത് പലിശ അടക്കണം. നമ്മൾ അത്രയും ഓരോ വർഷവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബജറ്റിൽ നമ്മൾ ഇവിടുന്ന് ബോറോ അല്ലെങ്കിൽ കടം എടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പലിശ അടിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഈ ബജറ്റിൽ അതാണോ? നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ട്രഷറി ബില്ലുകൾക്ക് ഏതാണ് ശരി? ട്രഷറി ബിൽ. അപ്പോൾ ട്രഷറി ബില്ല് കേട്ടാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട, ഞാൻ എപ്പോഴും പറയാണ്, ട്രഷറി ബില്ല് കേന്ദ്ര സർക്കാർ ഇറക്കാറുള്ളൂ, സംസ്ഥാന സർക്കാരിനുള്ള അധികാരമില്ല. മുമ്പുണ്ടായിരുന്നു, അതെടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്, ഇപ്പം നിലവിലില്ല. അപ്പോൾ സംസ്ഥാന സർക്കാരും ട്രഷറി ബില്ലുകൾ നൽകുന്നു. തെറ്റ് ഞാൻ പറഞ്ഞല്ലോ, സംസ്ഥാന സർക്കാരല്ല. അപ്പോൾ ഒന്ന് തെറ്റാണ്. ഒന്ന് തെറ്റായതുകൊണ്ട് നമുക്ക് ഒന്ന് തെറ്റുള്ള ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ ശരിയാ വെച്ചുള്ളത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് മാത്രം ഒഴിവാക്കണം, ബാക്കി എല്ലാത്തിലും ഒന്നുമില്ല. അപ്പോൾ ഒന്ന് തെറ്റാണ്. കോൾ ലോണുകളെ അപേക്ഷിച്ച് ട്രഷറി ബില്ലുകൾക്ക് ലിക്വിഡ് കുറവാണ്. ട്രഷറി ബിൽ കോൾ ലോൺ പറഞ്ഞാൽ ഒരു 1 ഡേ, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 24 അവേഴ്സിലേക്ക് മാത്രം എടുക്കുന്ന ലോണാണ്. അത് ഭയങ്കര ലിക്വിഡിറ്റിയാണ്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ പെട്ടെന്ന് നമുക്ക് കിട്ടും, തിരിച്ച് കിട്ടും, വാങ്ങിക്കഴിഞ്ഞാൽ കോൾ ലോണാണ്. അപ്പോൾ പക്ഷേ ട്രഷറി ബില്ല് കുറച്ചുണ്ട്. ട്രഷറി ലോണൊക്കെ ആണെങ്കിൽ 91 ഡേയ്സ്, 181 ഡേയ്സ്, ഇങ്ങനെ 91, 181, 182 ഇങ്ങനെയൊക്കെ പോകുന്ന ഡേയ്സുകൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ട്രഷറി ബില്ലിനെക്കാട്ടിയും കാലാവധി കുറവുള്ളതാണ് ഇത് കോൾ ലോൺ. അപ്പോൾ ഇവിടെ നോക്കാം, കോൾ ലോണുകൾക്ക് അപേക്ഷിച്ച് ട്രഷറി ബില്ലുകൾക്ക് ലിക്വിഡിറ്റി കുറവാണെന്ന് ഉദ്ദേശിച്ചുള്ളത്. ശരിയാണ്, ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പോൾ 2 ശരിയാണ്. 2 ശരിയാണെങ്കിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ ഇത് 2 ഒഴിവാക്കാം, അല്ലേ? 2 അതിൽ 2 ഇല്ല. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഒഴിവാക്കാം, അല്ലേ? ഇനി BO DO എന്നുള്ളതിലേക്കാണ്. ബാങ്കുകൾ നിയമപരമായ ലിക്വിഡിറ്റി അനുപാതത്തിൽ ഉൾപ്പെടുത്തുന്നതിന് ട്രഷറി ബില്ലുകൾ യോഗ്യരല്ല. അതായത് നിയമപരമായ ലിക്വിഡിറ്റി അനുപാതം, ഇത് നിങ്ങൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് SLR ആണ്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണ്. ഇതിൽ ട്രഷറി ബില്ല് ഉപയോഗിക്കാറില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, SLR എന്ന് പറയുന്ന ഒരു സംഗതി, SLR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കിൻ്റെ കയ്യിലുള്ള പണം, ഗോൾഡ്, ഗവൺമെൻറ് സെക്യൂരിറ്റി, സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് ലോൺ ബോൺസ്, ട്രഷറി ബില്ലുകളുണ്ട്. ഇവർ പറയുന്ന ട്രഷറി ബില്ല് അതിലേക്ക് മാറ്റി വെക്കില്ല. RBIയുടെ ഇത് പ്രകാരം മാറ്റി വെക്കും. ട്രഷറി ബില്ലും അതിൽ മാറ്റി വെക്കും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നമുക്ക് ആകെ ശരി വരുന്നത് എന്താ ചോദിച്ചാൽ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചുള്ളത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, സെക്കൻഡും തേർഡും ബി ആണ് ആൻസർ. 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം ഉൾപ്പെടുത്തുന്നതിന് ട്രഷറി ബില്ലുകൾ യോഗ്യമല്ല. യോഗ്യമാണ്. ഓക്കെ, സംസ്ഥാന സർക്കാർ ട്രഷറി ബില്ല് നൽകുന്നില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ ചോദ്യം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഫാക്ടറി ചെലവിൽ GDP എന്തിനു തുല്യമാണ്? വീണ്ടും നമ്മൾ ഇതിപ്പോൾ നോക്കി എത്രാമത്തെ ചോദ്യമാണ് നമ്മൾ ഈ പറയുന്ന നാഷണൽ ഇൻകം. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ദേശീയ വരുമാനവുമായിട്ട് ബന്ധപ്പെട്ട ഈ GDP, GNP, NNP, NDP, അതിൻ്റെ ഫാക്ടർ കോസ്റ്റ്, മാർക്കറ്റ് പ്രൈസ്, ഈ കാര്യങ്ങൾ തറവായിട്ട് നിങ്ങൾ പ്രിലിമിനറി എക്സാം ഫേസ് ചെയ്താൽ മതി. ഒരു മാർക്ക് നഷ്ടപ്പെടും. ഇത് പഠിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർക്ക് നഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഈ ഭാഗം തറവായിട്ട് നോക്കുക, മനസ്സിലാക്കി പോവുക. GDP എന്താണ്, NDP എന്താണ്, GDP NDP നമ്മൾ ഡിഫറൻസ് വ്യത്യാസത്തിൽ ആരാണ്, ഇനി GNPയും NNPയും ഇവർ നമ്മൾ വ്യത്യാസം ആരാണ്, ഇനി NDPയും ഇങ്ങനെയുള്ള കൃത്യമായി അറിഞ്ഞിരിക്കുക. നമ്മളിപ്പം പറഞ്ഞ 3ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞില്ല, ഇവിടെ നോക്കുക, ക്വസ്റ്റ്യൻ തന്നെ കുറച്ച് വലുതാണ്, അല്ലേ? ഫാക്ടർ ചെലവിൽ GDP, അത് GDP ഫാക്ടർ കോസ്റ്റ്, ഇതാണ് ഫാക്ടർ ചെലവിൽ GDP എന്ന് വെച്ചിട്ടുള്ളത്. ഞാൻ ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ട്, ഇത് കൺഫ്യൂഷൻ വരുന്നതുകൊണ്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞ GDP ഫാക്ടർ കോസ്റ്റ് ആണ് എന്താണെന്ന് വെച്ചുള്ളത്. ഇവിടെ നിങ്ങൾ ഇത് കൃത്യമായിട്ട് ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കണം. ഇതിങ്ങനെ ഇവർ എഴുതി വെച്ചാണ് വരിക്കുക. നമ്മൾ പാതെ ഇക്വേഷൻ ആക്കി മാറ്റാം. ഞാൻ ഫസ്റ്റത്തെ ഇക്വേഷൻ ആക്കാം. GNP മാർക്കറ്റ് പ്രൈസ്, ഫസ്റ്റത്തെ ഇക്വേഷൻ ആക്കണേ. GNP മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് മൈനസ് ഡിപ്രിസിയേഷൻ മൈനസ് നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ്. എന്തൊക്കെ കാര്യങ്ങൾ മൈനസ് ചെയ്തല്ലേ. അപ്പം നിങ്ങൾ എന്തെങ്കിലും നോക്കാം, GNP മാർക്കറ്റ് പ്രൈസ് എന്ന് കുറച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് GNP ഫാക്ടർ കോസ്റ്റ് ആയി ആണല്ലോ.
ടാക്സ് അല്ല കുറച്ചത്, ആണ് ഫാക്ടർ കോസ്റ്റ് ആയി. ഇനി അതിന് ഡിപ്രീസിയേഷൻ കുറച്ച് എന്തായി, ഇത് NNP ആയി. ഓൾറെഡി ജി വേരിയബിൾ പോയി, നമ്മൾ GDP, അപ്പോൾ ഇത് തെറ്റായി. ഇനി ബാക്കി നമ്മൾ കൂട്ടി പോകേണ്ട ആവശ്യമില്ല. ഈ GNP യെ N ആക്കി മാറ്റി അല്ലേ. വീണ്ടും നമ്മൾ നോക്കുക, വീണ്ടും ഒന്നും പ്ലസ് ഒന്നും ചെയ്തിട്ടില്ല. ഇനി അടുത്ത് നോക്കാം NNP മാറി നമുക്ക് ചെയ്യാം. NNB നമുക്ക് നോക്കാം. NNP ഞാൻ വായിക്കുകയാണേ. അത് ജസ്റ്റ് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ നമുക്ക് ഇതിന് ഉത്തരത്തിലേക്ക് എത്തണം. അതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത് NNP മാർക്കറ്റ് പ്രൈസ് എന്താ പറഞ്ഞത്, പ്ലസ് ഡിപ്രീസിയേഷൻ. ഇപ്പം എന്തായി, അത് നമ്മൾ ഒരു സെറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് നോക്കാം NNP MP-യോട് ഡിപ്രീസിയേഷൻ കൂട്ടി എന്തായി, നെറ്റ് ഡിപ്രീസിയേഷൻ കൂട്ടിയാൽ എന്തായി, ഗ്രോസ് ആയി. GNP MP ആയല്ലോ അല്ലേ. കാരണം ഈ N-ഉം G-യും നമ്മൾ വ്യത്യാസമാണ് ഡിപ്രീസിയേഷൻ, അത് കൂട്ടിയല്ലോ. കൂട്ടിയപ്പോൾ എന്തായി, GNP MP ആയി. മൈനസ് GNP MP-യോട് എന്ത് ചെയ്തു, മൈനസ്. എന്താ മൈനസ് ചെയ്തത്, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് അല്ലേ. അപ്പോൾ നെറ്റ് ഫാക്ടർ ഇൻകം ഇത് ചെയ്യാം, നമ്മൾ ഓരോ സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരില്ല. GNP MP-യോട് നെറ്റ് ഫാക്ടർ ഇൻകം എബ്രോഡ് കൂട്ടി കഴിഞ്ഞാൽ എന്തായി, GDP MP ആയി അല്ലേ. ഇനി നമ്മളോട് പറഞ്ഞത് എന്താണ് ഇവിടെ, മൈനസ് നെറ്റിൻ്റെ ടാക്സ്. ഇവനാണ് ഉത്തരം GDP ഫാക്ടർ കോസ്റ്റ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉത്തരം. GDP ഫാക്ടർ കോസ്റ്റ് നമ്മൾ എത്തിക്കഴിഞ്ഞു അല്ലേ. അപ്പോൾ നിങ്ങൾ ഓരോ സ്റ്റെപ്പ് പതിയെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന സെക്കൻഡ് തന്നെ കൊടുത്തു. കാരണം ഇവർ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. നമ്മൾ ചില ആളുകൾ താഴത്തെ ഓപ്ഷൻ പോയി ചെക്ക് ചെയ്ത് നോക്കൊക്കെ വേണ്ട, നിങ്ങൾ ഈ ഓർഡർ തന്നെ ചെക്ക് ചെയ്താൽ മതി. ഇതൊരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ പോലെ കാണാം. ഈ പറഞ്ഞ GDP GNP NNP എന്നൊക്കെ സംഗതി കൃത്യം പഠിക്കാൻ നമ്മുടെ ക്ലാസ് വീഡിയോസ് ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് GDP NDP NNP ഒക്കെ മാറുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. സോ ഇതിന് ഉത്തരം എന്താണ്, ബി ആണ് നമ്മൾ ഇതിന് ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. നികുതികളുടെ ഒപ്റ്റിമൽ മിശ്രണം സംബന്ധിച്ച് ഇതൊരു ചോദ്യം. ഈ ഒരു ചോദ്യം കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആണ്. അത് സാധാ ഒരു എക്കണോമിക്സ് മാത്രം നോക്കി കഴിഞ്ഞാൽ, സാധാരണ നിങ്ങളുടെ സിലബസിലെ കാര്യം മാത്രം നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ അത് നമ്മൾ വെറുതെ ഒരു ഗസ് വർക്ക് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അത് ചിലപ്പോൾ ഒരു മാർക്ക് പോയി കിട്ടും. ഓക്കെ, അപ്പോൾ ഒപ്റ്റിമൽ മിശ്രണം എന്ന് പറഞ്ഞാൽ, ഒപ്റ്റിമൽ എന്ന് പറഞ്ഞാൽ മാക്സിമം അല്ല മിനിമം അല്ല, ഒരു എന്താ പറയുക, അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ എന്ന് പറയാൻ പറ്റും, ബെസ്റ്റ് വേർഷൻ. അപ്പോൾ ഒപ്റ്റിമൽ മിശ്രണം എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ എഫക്റ്റീവായിട്ട് ഈ ടാക്സും അതുപോലെ എഫക്റ്റീവായിട്ട് ഗവൺമെൻറ് പ്രാക്ടീസൊക്കെ നടക്കുന്നില്ല. ഗവൺമെൻറ് കൊണ്ടുവരുന്ന പല പോളിസി, ടാക്സ് ആണെങ്കിലും എക്സ്പെൻഡിച്ചറാണ്, അതൊക്കെ എഫക്റ്റീവാണ്. അത് ഗവൺമെൻറ്റിനും അതേപോലെ തന്നെ ജനങ്ങൾക്കും. ആ കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് സർക്കാരിൻ്റെ പരമാവധി നികുതി വരുമാനം നൽകുന്നു. കാരണം പരമാവധി, ഞാൻ പറഞ്ഞു പരമാവധി അല്ല ഒപ്റ്റിമം എന്ന് പറഞ്ഞാൽ അല്ലേ. മാക്സിമം റവന്യൂ കൊടുക്കുക. മാക്സിമം റവന്യൂ കൊടുക്കാൻ എന്തായിരിക്കും, ആളുകളെ മാക്സിമം ചൂഷണം ചെയ്യാന്നുള്ളതല്ലേ. അപ്പോൾ അതല്ല ഉത്തരം. ചില ആൾക്കാർ ഇത് ഉത്തരത്തിൽ പോയിട്ടുണ്ട്. ഈ നികുതി വരുമാനത്തിൽ മാറ്റമില്ലാതെ തുടർന്നു. ഇത് നികുതി വരുമാനം. പിന്നെ ഒപ്റ്റിമിക്സ് പറഞ്ഞു നികുതി വരുമാനത്തിൽ മാറ്റമുണ്ടാവും. അത് തെറ്റാണ്. ഇത് നികുതി മൂലം ഉണ്ടാകുന്ന അധിക ഭാരം കുറയ്ക്കുന്നു. ആർക്കാണ് നികുതി ഭാരം ഉണ്ടാവാറുള്ളത്, ജനങ്ങൾക്കാണ്. അപ്പം അധിക ഭാരം കുറയ്ക്കുന്നു, പൂർണ്ണമായി കുറയ്ക്കുന്നില്ല, അധിക ഭാരം കുറയ്ക്കുന്നു. ഞാൻ പറഞ്ഞു ജനങ്ങളുടെ നന്മ ഗവൺമെന്റും, അതായത് നമ്മൾ പറഞ്ഞ ഇലക്കും മുള്ളിനും കേടുണ്ടാവരുന്ന് പറഞ്ഞ ഒരു പാലട്ട് അങ്ങോട്ടും വേണമെന്ന് പറയുന്ന പോലെയാണ് ഈ ഒപ്റ്റിമം മിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മൾ ഉത്തരം. ഇത് നോക്കേ, ഇത് അതിന്റെ ഫലത്തിൽ സമ്പത്ത് വ്യവസ്ഥയെ നിഷ്പക്ഷതയിലാക്കുന്നു. ഇതൊന്നല്ല, ഇതിന് ഉത്തരം സി ആണ്. ഈ ഒരു ചോദ്യം കുറച്ച് ടഫാണ്, കാരണം ഒപ്റ്റിമം മിക്സ് നമ്മൾ പഠിക്കുന്നില്ല പൊതുവെ. അപ്പോൾ ഇത് ഒരു ടഫാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു 5 മാർക്ക് 4 മാർക്കിൽ നമ്മൾ മേടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ ഇതാണ് സി ആണ് നമ്മൾ ഇതിൻ്റെ ഉത്തരം. വ്യക്തിഗത ഡിസ്പോസിബിൾ ഇൻകം, അതായത് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം കണക്കാക്കുന്നത് സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് നോക്കേ, ഇതാണ്. ഇത് മാർക്ക് ചെയ്തെക്കണം. ശരിയല്ലാത്തത് ഓക്കെ, ശരിയല്ലാത്തത് എന്ന് ചോദിച്ചുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കുക, വ്യക്തിഗത ഡിസ്പോസിബിൾ ഇൻകം എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം എൻ്റെ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഡിസ്പോസിബിൾ ഇൻകത്തിൽ എന്തുണ്ടാവില്ല, ടാക്സ് ഉണ്ടാവില്ല. എന്ത് ടാക്സ്? ഡയറക്റ്റ് ടാക്സ് ഉണ്ടാവില്ല. അതായത് ഇപ്പം ഒരാൾക്ക് 10 ലക്ഷം വരുമാനം ഉണ്ടെന്ന് വിചാരിക്കുക, വാർഷിക വരുമാനം. അയാൾ അതിൻ്റെ ഒരു 20% ടാക്സ് അടിക്കുന്നു വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അയാളുടെ നോമിനൽ ഇൻകം എന്ന് പറയുന്നത് നാമമാത്രമായ വരുമാനം എന്ന് പറയുന്നത് 10 ലക്ഷം. ഇപ്പോൾ വാർഷികമായിട്ട് അയാൾക്ക് 10 ലക്ഷം കിട്ടുന്നുണ്ട്. ഇനി അയാളുടെ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ നോമിനൽ ഇൻകത്തിൽ നിന്ന് എന്ത് കുറയ്ക്കുക? ഡയറക്റ്റ് ടാക്സ് കുറയ്ക്കുക. ഡയറക്റ്റ് പ്രത്യക്ഷ നികുതി, ഇയാൾ വരുമാനത്തിന് മുകളിൽ കൊടുക്കുന്ന നികുതി കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും നോമിനൽ ഇൻകം 10 ലക്ഷം ആണെങ്കിൽ ഡിസ്പോസിബിൾ ഇൻകം എത്രയാണ്? 10 മൈനസ് അയാളുടെ വരുമാനത്തിൻ്റെ 20%, അതായത് 2 ലക്ഷം കുറയ്ക്കുക. 8 ലക്ഷമാണ് അയാളുടെ
ഡിസ്പോസിബിൾ ഇൻകം 10 ലക്ഷമാണ് അയാളുടെ നോമിനൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ടാക്സ് ആണ്, ഇൻഡയറക്റ്റ് ടാക്സ് അല്ല. അപ്പോൾ ഇതിൽ നിലനിർത്തിയ ലാഭം ഉൾപ്പെടുന്നു, ട്രാൻസ്ഫർ പേയ്മെന്റുകൾ ഒഴിവാക്കുന്നു. ട്രാൻസ്ഫർ പേയ്മെന്റുകൾ ഒഴിവാക്കൂല, ട്രാൻസ്ഫർ പേയ്മെന്റ് എപ്പോഴും ഇതിലുണ്ടാവും. പക്ഷെ നമ്മളെ ചോദ്യം എന്തായിരുന്നു? ശരിയല്ലാത്തത് അല്ലേ? അവിടെ ശരിയല്ലാത്ത കണ്ടെത്താൻ പറഞ്ഞാൽ അപ്പോൾ ഈ ഒന്ന് നമ്മൾ ഉത്തരത്തിന്റെ ഭാഗമായിട്ട് വരും. കാരണം എപ്പോഴും ഡിസ്പോസിബിൾ ഇൻകത്തിൽ എന്തുണ്ട്? ടാക്സ് ഇല്ലാണ്ടാവുന്നുള്ളൂ, ട്രാൻസ്ഫർ പേയ്മെന്റ് ഉണ്ട്. നമുക്ക് കിട്ടുന്ന സ്കോളർഷിപ്പ്, പെൻഷൻ പോലത്തെ ഇതിൽ വരുന്നുണ്ട്. ഇതിൽ ട്രാൻസ്ഫർ പേയ്മെന്റുകൾ ഉൾപ്പെടും, ശരിയാണ്, ഉൾപ്പെടും. എന്നാൽ വാടകയും പലിശ ഉൾപ്പെടുന്നില്ല. അതുകൊണ്ട് ഇതും തെറ്റാണ്. അപ്പോൾ ഇതും തെറ്റായതുകൊണ്ട് ഇത് ശരിയാണ്. ഇത് തെറ്റായതുകൊണ്ട് നമ്മൾ ഉത്തരത്തിന്റെ ഭാഗമാണല്ലോ. കാരണം വാടകയും പലിശയൊക്കെ നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് വരും അല്ലേ? ഇതിൽ വ്യക്തിഗത നികുതി ഉൾപ്പെടുന്നു. വ്യക്തിഗത നികുതി ഉൾപ്പെടുന്നുണ്ടോ? ഇല്ല. കാരണം വ്യക്തിഗത നികുതി നമ്മൾ കുറച്ചിട്ടാണല്ലോ ഡിസ്പോസിബിൾ ഇൻകം അല്ലേ? ഡയറക്റ്റ് ടാക്സ് കുറയ്ക്കുന്നു. അപ്പോൾ ഇതും തെറ്റാണ്, അത് നമ്മൾ ഉത്തരമാണ് അല്ലേ? എന്നാൽ ട്രാൻസ്ഫർ പേയ്മെന്റ് ഒഴിവാക്കുന്നു എന്ന് പറയുന്നു. ഇതിൽ വ്യക്തിഗത നികുതി ഉൾപ്പെടുന്നു, ട്രാൻസ്ഫർ പേയ്മെന്റുകൾ ഒഴിവാക്കുന്നു. തെറ്റെന്നാണ്. ഇത് വ്യക്തിഗത നികുതികൾ ഒഴിവാക്കുകയും ട്രാൻസ്ഫർ പേയ്മെന്റ് ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറഞ്ഞാൽ എന്തില്ല? വ്യക്തിഗത നികുതികളില്ല. എന്തില്ല? വ്യക്തിഗത നികുതികളില്ല, ട്രാൻസ്ഫർ പേയ്മെന്റ് ഉണ്ട്. ഇതാണ് ഇതിന്റെ ശരിക്കുള്ള ഉത്തരം. 4 എന്നുള്ള ഉത്തരത്തിൽ പോകുന്ന ആൾക്കാരുണ്ട്. ഇത് ചോദ്യം എങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ഉത്തരം കണ്ടെത്താന്ന് പറഞ്ഞാൽ മാത്രമാണ് ഡി ആൻസർ. ഇവിടെ നിങ്ങളോട് പറഞ്ഞ് ശരിയല്ലാത്തെന്ന് കണ്ടോ? അവിടെ തെറ്റെന്നുള്ള വാക്ക് പോലും നമ്മളെ മൈൻഡിന് വരെ എന്താ പറയുക, ആ ഒരു ശരിയിലേക്ക് കൊണ്ടുപോകാനുള്ള പ്ലാൻ. അത് തെറ്റ് കണ്ടെത്താൻ പറയുന്നില്ല, ശരിയല്ലാത്തെന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ശരിയല്ലാത്ത പറഞ്ഞത്. അപ്പോൾ ശരിയല്ലാത്തത് 1, 2, 3 ഇതാണ് ഉത്തരം. ഇതല്ല ഉത്തരം. 1, 2, 3 ഇതാണ് ഉത്തരം. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡിസ്പോസിബിൾ ഇൻകത്തിൽ എന്തൊക്കെ ഉണ്ട് ഇല്ല എന്ന് അറിഞ്ഞിരിക്കണം. എന്നാൽ ഈ ചോദ്യം കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ചോദ്യം നമുക്ക് പോവാം. ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് സൗകര്യവുമായി ബന്ധപ്പെട്ട് സ്വയംഭരണ ദ്രവ്യതയുമായി, അതായത് ഇവിടെ ഓട്ടോണമസ് ലിക്വിഡിറ്റി സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്ഥാനം. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ലിക്വിഡ് അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ റിപ്പോയും അതേപോലെ റിവേഴ്സ് റിപ്പോയാണ്. ഇത് രണ്ടാണ് നമ്മൾ ലിക്വിഡ് അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി ആണ് പറയുന്നത്. റിപ്പോയും റിവേഴ്സ് റിപ്പോയാണ്. ഇതും ഞാൻ പറയുന്നു കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. സാധാ ഒരു എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ഇല്ലെങ്കിൽ നമ്മൾ സാധാ ഒരു എക്കണോമിക്സ് സിലബസ് മാത്രം ബേസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കറണ്ട് ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വന്ന ചോദ്യമാണ്. ഓട്ടോണമസ് ഈ പറയുന്ന ദ്രവ്യത, ഓട്ടോണമസ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ വിച്ച് ആർ നോട്ട് കറക്റ്റ് ശരിയല്ലാത്ത ചോദിച്ചുള്ളത്. ഇവിടെ പറഞ്ഞു ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി ഫ്ലോസ് ദാറ്റ് ഫ്ലോസ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക് വിത്തൗട്ട് മോണിറ്ററി പോളിസി. ഇത് ശരിയാ. അതായത് ഈ ഓട്ടോണമസ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ജസ്റ്റ് ഇതൊന്നും ഞാൻ ഈ ഓട്ടോണമസ് ലിക്വിഡിറ്റി ഞാൻ പറഞ്ഞ് ഫലിപ്പിക്കാൻ പോകുന്നില്ല. ഓട്ടോണമസ് എന്ന് പറയുന്നത് സ്വയം, അതായത് വേറൊരു പ്രേരണ ഇല്ലാത്ത ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മീനിങ്ങിലാണ് നമ്മൾ പറയുന്ന റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ എന്നൊക്കെ പറയുമ്പം നമ്മൾ ആ ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ടൂൾ കാരണമാണ് നമ്മൾ ബാങ്കിൻ്റെ ലിക്വിഡിറ്റി അല്ലെങ്കിൽ പണലഭ്യത കൂട്ടുകയും കുറയൊക്കെ ചെയ്യുന്നത്. അതല്ലാതെ ഓട്ടോമാറ്റിക് അതിൻ്റെ ഒരു ഘടകമില്ല. അപ്പോൾ പറഞ്ഞത് ഇറ്റ് കൺസിഡർ ലിക്വിഡിറ്റി ഫ്ലോ ദാറ്റ് ഫ്ലോ ടു കൊമേഴ്ഷ്യൽ വിത്തൗട്ട് മോണിറ്ററി പോളിസി ആക്ഷൻ. ശരിയാണ്. അതാണ് ഇവിടെ കൂടുതൽ പണനയ നടപടികളില്ലാതെ വാണിജ്യ ബാങ്കുകളിലേക്ക് ഒഴുകുന്ന പണലഭ്യത. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ്സ് പോളിസി ഇൻക്ലൂഡ്സ് ഫ്ലോ ഫ്രം ദ RBI ടു സ്കെഡ്യൂൾ. ഇറ്റ് ഇൻക്ലൂഡ്സ് പോളിസി ഇൻഡ്യൂസ്ഡ് ഫ്ലോ. ഇത് തെറ്റാണ്. നമ്മൾ ചോദ്യം എന്താണ്? നോട്ട് കറക്റ്റാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടോ. ഇത് തെറ്റാണ്. കാരണം പോളിസി ഇൻഡ്യൂസ്ഡ് ആണെങ്കിൽ ഓട്ടോണമസ് ലിക്വിഡിറ്റി എന്ന് പറയില്ല. ഇറ്റ് കൺസേർവ് സെൻട്രൽ ബാങ്ക് ബാലൻസ് ഷീറ്റ് ഫ്ലോ ദാറ്റ് അറൈസ് ഫ്രം റെഗുലർ സെൻട്രൽ ബാങ്കിങ് ഫംഗ്ഷൻസ് ആസ് കറൻസി അതോറിറ്റി. ഇതെന്താണ്? ഇത് നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നുന്നുണ്ടോ ശരിയായിട്ട് തോന്നുന്നുണ്ടോ? ഓക്കെ, ഇതും തെറ്റാണ്. കാരണം ഇത് സെൻട്രൽ ബാങ്കിൻ്റെ ഈ ഇതിൽ വരുന്നതല്ല, അവരുടെ റിപ്പോ റിവേഴ്സ് റിപ്പോയിൽ വരുന്നതല്ല, വേറെ തന്നെയാണ്. ഇറ്റ് ഇസ് സം ഓഫ് സെൻട്രൽ ബാങ്ക് ബാലൻസ് ഷീറ്റ് ഫ്ലോസ് ദാറ്റ് അറൈസ് ഔട്ട് ഓഫ് മണി മാർക്കറ്റ്. ഇറ്റ് ഇസ് സം ഓഫ് സെൻട്രൽ ബാങ്ക്സ് ബാലൻസ് ഷീറ്റ് ഫ്ലോസ് ദാറ്റ് അറൈസ് ഔട്ട് ഓഫ് മണി മാർക്കറ്റ് ഓപ്പറേഷൻ. അതായത് മണി മാർക്കറ്റ് ഓപ്പറേഷൻ ഇതും എന്താണ്? ശരിയാണ്. അതും ഇവരെ ഈ മണി മാർക്കറ്റ് ഓപ്പറേഷൻ മോണിറ്ററി പോളിസിയായിട്ട് ബന്ധപ്പെട്ടല്ല, അതിന് പുറത്തുള്ള കാര്യമാണ്. അത് ശരിയാണ്. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, പക്ഷെ ശരിയല്ല കണ്ടെത്താൻ പറഞ്ഞാൽ തെറ്റാണ് തന്നെ. സോ 2 and 3 എന്നുള്ള ഓപ്ഷനും കാണാൻ പറ്റും. 1 and 4 ഉണ്ടാവും ഇവിടെ. 1 and 4 ഇതാണ് നമ്മളെ വ്യാജൻ. നമ്മൾ തെറ്റിക്കാനുള്ള വ്യാജനാണ് ഇവിടെ നിൽക്കുന്നത്. ഇത് ശരിയാണ്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ ഈ ശരിയല്ല, നമ്മൾ കണ്ടെത്തേണ്ട തെറ്റായ 2 ആൾക്കാരാണ്. സോ ആൻസർ ഈസ് 2 and 3. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് ആ സമയത്ത്. എനിക്ക് തോന്നുന്നു 2022 എഴുതിയവർക്ക് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഗസ് അടിച്ചിട്ട് ഉത്തരം കിട്ടിയവരൊക്കെ ഉണ്ടാവും 2022 എക്സാമിൻ്റെ ഭാഗമായിട്ടുള്ള ആ പേപ്പറിൽ. ഓക്കെ, ഇനി ഫാക്ടർ കോഴ്സിലെ NNPക്ക് തുല്യം കണ്ടോ, വീണ്ടും വന്നു ഇവൻ. ആര്? നമ്മുടെ NNP. ഓക്കെ, NNPക്ക് ഫാക്ടർ കോഴ്സിന് തുല്യമായ ആളാരാണ്? NNP ഫാക്ടർ കോഴ്സ് ആരാണെന്ന് ചോദിച്ചത്. വിപണി വിലയിലെ GNP, അതായത് GNP മാർക്കറ്റ് പ്രൈസ് ആണ് വിപണി വിലയിലെ GNP എന്ന് പറയുന്നത്. മൈനസ് മൂല്യ തകർച്ച, ഡിപ്രിസിയേഷൻ ആണ്. കാരണം ഇതിൽ ഓൾറെഡി ഡിപ്രിസിയേഷൻ ഉണ്ട്. അത് കുറച്ച് എന്തായി? NNP എന്തായി? മാർക്കറ്റ് പ്രൈസായി. നമ്മളെ ചോദ്യം
ബി ഫാക്ടർ കോസ്റ്റ് ആട്ടോ. ഇനി GNP ഘടക കോസ്റ്റിലെ മൂല്യത്തകർച്ച. സാധനം കിട്ടി. GNP ഫാക്ടർ കോസ്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു NNP ഫാക്ടർ കോസ്റ്റ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉത്തരം. ഇനി താഴേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഉത്തരം ബി ആണ്. ഓക്കെ, ബി ആണ് ഉത്തരം. ഇനി ഇതിലേക്ക് നോക്കുക. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായ വർഷം. എന്താല്ലേ, പണ്ടുള്ള PSC ചോദ്യങ്ങളിലൊക്കെ ഇടയ്ക്ക് കിട്ടുമ്പോൾ ഒരു ആശ്വാസമില്ലേ? പണ്ട് നമ്മളിങ്ങനെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പഠിക്കുന്നു, അതിന് ഉത്തരം ഈസിയായി എഴുതി പോകുന്നു, ആ ഫാക്ടറിൽ മഗപ്പ് ചെയ്തിട്ട് അതോടെ അപ്ലൈ ചെയ്യുന്നു. ആ ട്രെൻഡിൽ നിന്ന് മാറിയ ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതൽ കണ്ടത്. നേരത്തെ നമ്മളൊരു ജൂലൈ 1, 2017 കണ്ടു. ഒരു ആശ്വാസം അല്ലേ, അറിയുന്നവർക്ക് ആശ്വാസം. ഇവിടെ ഇതേപോലെ ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായതാണ്. ചാടി കയറി 51 അടിക്കരുത്, 50 ആണ് അല്ലേ. 1950 മാർച്ച് 15 വന്നിട്ടുള്ളത്. 51 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പഞ്ചവത്സര പദ്ധതി തുടങ്ങുന്നതാണ്. അപ്പം ഉത്തരം സി ആണ്, എല്ലാവർക്കും അറിയാം, സി ആണ്. ഇന്ത്യയിലെ നിക്ഷേപ രീതിക്കായി മഹൽനോബിസ് കേൾക്കുന്നതാണ് മനസ്സിലിങ്ങനെ തിളങ്ങും. എന്ത് തിളങ്ങും? 2 തിളങ്ങും, 2 അല്ലേ. അപ്പോൾ ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? 2ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇപ്പോഴൊരു ആശ്വാസം, വീണ്ടും ആശ്വാസം. ഓക്കെ, ബാങ്ക് നിരക്ക് എന്താണെന്ന് വെച്ചാൽ ബാങ്ക് റേറ്റ് എന്താണെന്ന് വെച്ചാൽ ബാങ്ക് റേറ്റ്. അപ്പോൾ നമ്മൾ ഇത് പറയുന്ന മോണിറ്ററി പോളിസി അല്ലെങ്കിൽ പറഞ്ഞ ഈ പണമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ബാങ്കുകൾ അവരുടെ വായ്പകളിൽ നിന്ന് ഈടാക്കുന്ന പലിശ നിരക്ക്. അതൊന്നല്ല, അതായത് സാധാ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കാര്യം പറയുന്നത്. ബാങ്ക് റേറ്റ് പറഞ്ഞാൽ RBIയും ബാങ്കും നമ്മളുള്ളതാണ്. സ്വീകരിച്ച നിക്ഷേപങ്ങൾക്ക് ബാങ്കുകൾക്ക് നൽകുന്ന പലിശ നിരക്ക്. തലകുത്തനെ വീണ്ടും പറ്റിച്ചു. ബാങ്കുകൾ RBIയിൽ സൂക്ഷിക്കേണ്ട നിക്ഷേപങ്ങളുടെ ഭാഗം. ഇത് CRR ആണ്, അല്ലെങ്കിൽ SLR ഭാഗമായിട്ടുള്ളതാണ് അല്ലേ. അതല്ല, റിസർവ് ബാങ്ക് സെക്യൂരിറ്റികൾക്കെതിരെ ബാങ്കുകളിലേക്ക് നീട്ടുന്ന റീഡിസ്കൗണ്ടിങ് നിരക്ക്. ഇതാണ് ശരി. കാരണം ഇപ്പോൾ ബാങ്ക് റേറ്റ് നമ്മൾ കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്, നമ്മൾ റിപ്പോ ഒക്കെ വന്നുകൊണ്ട് ബാങ്ക് റേറ്റ് കാര്യമായിട്ട് ഉപയോഗിക്കുന്നില്ല. പിന്നെ ബാങ്ക് റേറ്റ് നമ്മളിപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ RBIയുടെ പോളിസി ഒന്നും പാലിക്കാത്ത ബാങ്കുകൾക്ക് ഒരു പണിഷ്മെന്റ് റേറ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ D ആണ് നമ്മൾ ഇതിന് ഉത്തരമായിട്ട് വന്നിട്ടുള്ളത്. റിവേഴ്സ് റിപ്പോ നിരക്ക് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ 4 ഓപ്ഷൻ കൊണ്ടുണ്ട്. ഫെസിലിറ്റി കീഴിലുള്ള യോഗ്യരായ സർക്കാർ സെക്യൂരിറ്റികൾ, അതായത് റിവേഴ്സ് റിപ്പോ ഫെസിലിറ്റി ഉദ്ദേശിച്ചത് യോഗ്യരായ സർക്കാർ സെക്യൂരിറ്റികളുടെ കൊളാറ്റലിനെതിരെ, നമുക്കറിയാലോ ഗവൺമെന്റ് സെക്യൂരിറ്റി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ബാങ്കുകളിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് റിസർവ് ബാങ്ക് ദ്രവ്യത ആഗിരണം ചെയ്യുന്നു, നിശ്ചിത പലിശ നിരക്ക്. അടുത്ത് നോക്കുക, ഇതേ സെയിം സാധനം പറയാണ്. രാത്രി കൊണ്ട് റിസർവ് ബാങ്ക് ദ്രവ്യമാണ് ഫ്ലെക്സിബിളാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത പറഞ്ഞത് വാണിജ്യ പേപ്പറിൽ ബില്ലുകൾ വാങ്ങാനോ വീണ്ടും കിഴിവ്. ഇതല്ല എക്സ്ചേഞ്ച്, ബിൽ ഓഫ് ഡിസ്കൗണ്ട് ആണ്. ഓക്കെ, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്, ഡിസ്കൗണ്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. യഥാക്രമം ഡ്യൂറബിൾ ലിക്വിഡിറ്റി നൽകുന്നതിനും ആഗിരണം ചെയ്യുന്നതിനും സർക്കാർ സെക്യൂരിറ്റികൾ നേരിട്ടുള്ള വാങ്ങലും ഇത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഇതിന് ഉത്തരം A ആണ്. കാരണം നമുക്ക് ഈ പറഞ്ഞ റിവേഴ്സ് റിപ്പോയിൽ നിശ്ചിത പലിശ നിരക്കാണ്, ഫ്ലെക്സിബിൾ അല്ല. അത് RBI ഇത്ര പറഞ്ഞിട്ടുണ്ടാവും. ആ ഒരു റേറ്റിനാണ് ഈ ബാങ്കുകൾക്ക് എന്ത് കിട്ടുക? റിവേഴ്സ് റിപ്പോന്റെ മുകളിലുള്ള പലിശ കിട്ടുക. ഇനി അടുത്ത് നോക്കുക, 2022-23 യൂണിയൻ ബജറ്റിലെ ഏറ്റവും വലിയ വരുമാന ഇനം താഴെ പറഞ്ഞത് ഇൻകം ടാക്സ്, യൂണിയൻ എക്സിക്യൂട്ടീവ്, GST, കടം വാങ്ങലും മറ്റ്. നമ്മൾ നേരത്തെ ഏറ്റവും കൂടുതൽ ചെലവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ചെലവ് ഉണ്ടാവാനുള്ള കാരണം എന്തായിരിക്കും? അവിടെ നമ്മൾ പലിശ അടവ് ഉണ്ടാവാനുള്ള കാരണം എന്തായിരിക്കും? കടം വാങ്ങലാണ്, വേറെ ഒന്നുമല്ല. അതാണ് അതിൻ്റെ ഉത്തരം. ബജറ്റ് നോക്കണത് ചുമ്മാ തള്ളുന്നതല്ല, ബജറ്റ് നോക്കിയിട്ട് വേണം. താഴെ പറഞ്ഞാൽ ഏതാണ് നീതി ആയോഗിന് ലക്ഷ്യമല്ലാത്ത ചോദിച്ചുള്ളത്? സഹകരണ ഫെഡറലിസം ലക്ഷ്യമാണല്ലോ, ശരിയാണ്. കേന്ദ്ര തലത്തിൽ വിശ്വസനീയമായ പദ്ധതികൾ രൂപീകരിക്കുന്നതിനും സംവിധാനം വിശ്വസിക്കുന്നതിനും ശരിയാണോ? ശരിയല്ല. ഇതാണ് ശരിയല്ലാത്തത് അല്ലേ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്ര തലത്തിൽ ഇവരങ്ങനെ സെൻട്രലിന് അത് പ്ലാനിംഗ് കമ്മീഷനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആസൂത്രണ കമ്മീഷനാണ് ഈ കേന്ദ്രത്തിൽ മാത്രം നമ്മളെ ഡീസെൻട്രലൈസേഷൻ അല്ലാത്ത കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നീതി ആയോഗിന്റെ പരിപാടിയല്ല. സോ ഇതാണ് ലക്ഷ്യമല്ലാത്ത. ഇത് തന്ത്രപരവും ദീർഘകാലമായ നയവും പ്രോഗ്രാം, ഇത് ശരിയാണ്. അറിവ് നവീകരണ സംരംഭം ശരിയാണ്. അപ്പം നീതി ആയോഗും പ്ലാനിംഗ് കമ്മീഷനും. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 അനുസരിച്ച് ഇത് നമ്മുടെ എന്താ പറയുക സിവിക്സിലും എക്കണോമിക്സിലും 2019 നിയമം വെച്ചിട്ടാണ് പറയുന്നത്. ഉൽപ്പന്ന ബാധ്യത, പ്രൊഡക്റ്റ് ലയബിലിറ്റി പ്രവർത്തനത്തിൽ ഒരു ഉൽപ്പന്ന നിർമ്മാതാവ് ബാധ്യസ്ഥനായിരിക്കുന്നു എങ്കിൽ എന്തിലേക്ക്? ഉൽപ്പന്നത്തിൽ ഒരു നിർമ്മാണ വൈകല്യം അടങ്ങിയിരിക്കുന്നെങ്കിൽ അതിൽ ഉത്തരവാദിത്വം. ഇപ്പം ഞാനാണ് പ്രൊഡ്യൂസറെങ്കിൽ ഇതിലെന്തെങ്കിലും പ്രൊഡക്ഷൻ ഡിഫക്റ്റ് ഉണ്ടായാൽ ഞാൻ ഉത്തരവാദിപ്പെട്ടിരിക്കില്ലേ? ഉണ്ട്, ശരിയാണ്. ഉൽപ്പന്ന രൂപകൽപ്പനയിലെ പിഴവ്, വീണ്ടും വൈകല്യം, ശരിയാണ്. പാലിക്കപ്പെടേണ്ട നിർമ്മാണ ശൈലിയിൽ നിന്നുള്ള വ്യതിയാനം. അപ്പോൾ കുറേ നിയമങ്ങൾ ഇങ്ങനെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻ അത് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഞാൻ ബാധ്യസ്ഥനാണ്. ഉൽപ്പന്നം എക്സ്പ്രസ് വാറണ്ടിയുമായി പൊരുത്തപ്പെടുന്നില്ല. അപ്പം ഈ പറഞ്ഞ വാറണ്ടി ആയിട്ട് കണക്ട് എക്സ്പ്രസ് വാറണ്ടിയാണ് നമ്മൾ പറഞ്ഞ വാക്കാലോ എല്ലാതോ കൊടുക്കുന്ന വാറണ്ടിയാണ്. അപ്പം നമ്മളൊരു കടയിൽ നിന്ന് എന്താണ് ഒരു LED ബൾബ് വാങ്ങുന്നു. അപ്പോൾ ആൾ പറയാണ് ഇത് 2 കൊല്ലം വാറണ്ടിയാണ്. അതിൽ നമ്മൾ എഴുതിയിട്ടൊന്നുമില്ല, പക്ഷേ 2 കൊല്ലം പറഞ്ഞു കഴിഞ്ഞാലും അത് ബാധിച്ചിട്ടുണ്ട്. അപ്പം അത് പൊരുത്തപ്പെടുന്നില്ല. അത് പുള്ളി പറയാൻ ഇല്ല ഞാൻ മാറ്റി തരില്ല, ഞാൻ 2 കൊല്ലം പറഞ്ഞു, ഞാൻ 1 കൊല്ലമാണ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇയാൾ ബാധ്യസ്ഥനാണ്. സോ എങ്കിൽ എല്ലാമാണ് ഇതിന് ഉത്തരം, എല്ലാമാണ്. റവന്യൂ ക്യാപിറ്റൽ അക്കൗണ്ടുകൾ, റവന്യൂ റെസീറ്റുകൾ, വായ്പകളുടെ വീണ്ടെടുക്കൽ, മറ്റു റെസീറ്റുകൾ എന്നിവയിൽ ഇന്ത്യ ഗവൺമെന്റിൽ ആകെ ചെലവ് ഇവയിൽ ഏതാണ്?
നേരത്തെ നമ്മൾ ചോദ്യം പറഞ്ഞായിരുന്നു ഇതെല്ലാം റവന്യൂ ഉണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടുകളുണ്ട്, അറ്റ് റവന്യൂ രസീതുകൾ. അറ്റ് റവന്യൂ രസീത് പറയുമ്പോൾ അതിൽ എന്ത് കുറച്ചിട്ടുണ്ട്? ബോറോയിങ്ങിലും കടം കുറച്ചിട്ടുണ്ട് അല്ലേ? ബോറോയിങ് അല്ല, അറ്റ് റവന്യൂ വായ്പകൾ, അറ്റ് റവന്യൂ രസീതുകൾ വായ്പകളുടെ വീണ്ടെടുക്കൽ, വായ്പകൾ ഇൻട്രസ്റ്റ് നമ്മൾ തിരിച്ചെടുക്കൽ, ലോൺ വയ്ക്കും, ഇതൊക്കെ മറ്റ് രസീതുകൾ എന്നിവയിൽ ഇന്ത്യ ഗവൺമെൻറ് ആകെ ചെലവ് ഇവയിലേതാണത്? അത് നമ്മൾ പറഞ്ഞ പോലെ ധനക്കമ്മിയാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, നിർമ്മാണം ഡാഷ് ഭാഗമാണ്. സിമ്പിൾ ചോദ്യമാണ്. നമ്മൾ പറഞ്ഞ മേഖലകൾ, പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. നിർമ്മാണം എന്ന കൺസ്ട്രക്ഷനാണ്, നമുക്കറിയാം അത് ഏതാണ്? കൺസ്ട്രക്ഷൻ എന്നാൽ അത് ദ്വിതീയ മേഖലയാണ്. ഇതാണ് ഉദ്ദേശിച്ചുള്ളത്, ദ്വിതീയ മേഖലയാണ്. ഇനി താഴെ പറഞ്ഞ പ്രസ്താവനയിൽ ഏതാണ് ശരി? ട്രാൻസ്ഫർ പേയ്മെന്റുകൾ വ്യക്തിഗത വരുമാനത്തിന്റെ ഭാഗമാണ്. ആണോ? ആണ്. ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്കോളർഷിപ്പ് പെൻഷനൊക്കെ ഉദാഹരണമാണ്. ശരിയാണ്. ഡിസ്പോസിബിൾ വരുമാനത്തിൽ നേരിട്ടുള്ള നികുതിയും അടവുകളും ഉൾപ്പെടുന്നു. ഡിസ്പോസിബിൾ വരുമാനത്തിൽ നേരിട്ടുള്ള നികുതി, അത് പ്രത്യക്ഷ നികുതി ഉണ്ടോ? ഇല്ല, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഇത് തെറ്റാണ്. NNP ഫാക്ടർ ചെലവിൽ പരോക്ഷ നികുതി പേയ്മെന്റുകൾ ഉൾപ്പെടുന്നു. NNP ഫാക്ടർ ചെലവ്, NNPFC ചില പരോക്ഷ നികുതി പേയ്മെന്റുകൾ ഉൾപ്പെടുന്നു. പരോക്ഷ എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഫാക്ടർ കോസ്റ്റിൽ എന്തുണ്ടോ? ടാക്സ് ഉണ്ടോ? ഇല്ല, ഇത് തെറ്റാണ്. ശരി ഏതാണ്? ഒന്ന് മാത്രമാണ് ശരി. ഇന്ത്യയിൽ GDPയുടെ മേഖലാ സംഭാവനയെക്കുറിച്ചുള്ള താഴെ പറഞ്ഞ പ്രസ്താവനയിൽ ഏതാണ് ശരി? പ്രാഥമിക, ഇന്ത്യയുടെ GDP വെച്ചിട്ട് പറയണ്ടോ, പ്രാഥമിക മേഖലയുടെ ശതമാനം വീതം കാലക്രമേണ കുറഞ്ഞു വരുന്നു. ശരിയല്ലേ? നമ്മൾ പറഞ്ഞ അഗ്രികൾച്ചർ, കാർഷിക മേഖല, പ്രാഥമിക മേഖല 1950-51 ഇന്ത്യൻ GDPയുടെ സംഭാവന ഇപ്പം നന്നായി 20-ലും താഴെ 19.6% ഇപ്പോൾ സംഭാവന ചെയ്യുന്നത് അല്ലേ? ദ്വിതീയ മേഖല ശതമാനം വീതം കാലക്രമേണ കുറഞ്ഞു ഉണ്ടോ? അവിടെ കട്ടെ. സേവന മേഖല ശതമാനം വീതം കാലക്രമേണ കുറഞ്ഞു ഉണ്ടോ? ഇല്ല, അത് തെറ്റാ, ഇതും തെറ്റാ. ഇതിന് ഉത്തരം എന്താണ്? ഒന്നാണ്. കാരണം ദ്വിതീയ മേഖല കൂടിയിട്ടുണ്ട്, സേവന മേഖല നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്, കാർഷിക മേഖല കുറഞ്ഞത് മാത്രമേ ശരിയായിട്ടുള്ളൂ. ബാക്കി രണ്ടും തെറ്റായുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് കൊടുത്തുള്ളത്. ഓക്കെ, ശരിയെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി സമ്പത്ത് വ്യവസ്ഥയിൽ പണലഭ്യത കുറയ്ക്കുന്നതിന് RBIയുടെ ഏറ്റവും മികച്ച നയ സംയോജനം ഏതാണ്? പണലഭ്യത കുറയ്ക്കണം, അതായത് നമ്മളിവിടെ നാണ്യപ്പെരുപ്പുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞ പോലെ പണപ്പെരുപ്പം കൂടുതലാണ്, അത് കുറയ്ക്കണം. അപ്പോൾ ഇവിടെ റിവേഴ്സ് പണലഭ്യത കുറയ്ക്കണം. ഞാൻ പറഞ്ഞു എന്ത് ചെയ്യണം? CRR ആണ്, ഇതൊക്കെ കൂട്ടുക. റിവേഴ്സ് റിപ്പോ നിരക്ക് കുറയ്ക്കുക. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇത് തെറ്റാണ്. കരുതൽ ധനവാദം വർദ്ധിപ്പിക്കുക, ബോണ്ടുകൾ അത് പോട്ടെ. റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കുക, അത് ശരിയാണല്ലോ. റിപ്പോ നിരക്ക് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ ഈ പണലഭ്യത കുറയും. കരുതൽ ധനാനുപാതം, അതായത് നമ്മൾ പറഞ്ഞ ക്യാഷ് റിസർവ് റേഷ്യോ വർദ്ധിപ്പിക്കുക, ശരിയാണ്. ബോണ്ടുകളുടെ ഓപ്പൺ മാർക്കറ്റ് വിൽപ്പന, ബോണ്ട് വിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പൈസ ബാങ്കിൻ്റെ കയ്യിലെത്തും, ഇതും ശരിയാണ്. രണ്ട് ശരിയാണ്. റിപ്പോ നിരക്ക് കുറയ്ക്കുക, അത് ശരിയാണോ? അത് ശരിയല്ല. ബാങ്ക് നിരക്ക് കുറയ്ക്കുക, അതും ശരിയല്ല. ഇതിലപ്പോൾ ആകെ നമുക്കൊരു ഉത്തരം 2 എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഉത്തരമാണ്. യെസ്, D ആണ് നമ്മുടെ ഉത്തരം. ബാക്കി രണ്ടും തെറ്റാണ്. ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ തല കുത്തനാണ് സംഭവിക്കുന്നത്. 2022-23 ബജറ്റ് റോഡുകൾ, റെയിൽവേ, വിമാനത്താവളം, തുറമുഖങ്ങൾ, ബഹുജന ഗതാഗതം, ജലപാതകൾ, ലോജിസ്റ്റിക്, കുറേതാണ്. ഇതൊരു സ്കീമാണ്. ഇത് ഏത് സ്കീമായിട്ട് ബന്ധപ്പെട്ടാണ്? ഇവിടെ PM ഗതിശക്തി ഉണ്ട്, PM ഗതിമാൻ ഉണ്ട്, PM ഗരീബ് കല്യാൺ ഉണ്ട്, PM കിസാൻ സമ്മാൻ ഉണ്ട്. ഇത് കിസാൻ സമ്മാൻ, PM കിസാൻ സമ്മാൻ, കിസാൻ നിധി കാരണം കർഷകരായിട്ട് ഗരീബ് കല്യാൺ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർക്കുള്ള സ്കീമായിരിക്കും. ഓക്കെ, നമ്മൾ പറഞ്ഞ PMGKY ഉണ്ട്, കല്യാൺ അന്ന യോജന ഉണ്ട്. ഓക്കെ, PM ഗതിമാൻ എന്ന് പറഞ്ഞ സാധനം കൊടുത്തിട്ടുണ്ട്. ഇത് ഗതിശക്തിയാണ് ഉത്തരം. നിങ്ങൾ കേട്ട ഗതിശക്തിയാണ് ഉത്തരം വന്നിട്ടുള്ളത്. 11ാം പതി കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പത്തിൽ കൈവരിച്ച വളർച്ച താഴെ പറഞ്ഞ ഏതാണ്? ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ വളർച്ച നിരക്ക് പഠിച്ച ഒരാൾക്ക് എഴുതാൻ പറ്റും, എല്ലാത്തൊരു ഗസ് വർക്ക് നടത്താൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ 11 സമയത്ത് നമുക്കറിയാം, 11 പറഞ്ഞാൽ ഏകദേശം 2007-2012 കാലഘട്ടമാണ്. ഇപ്പോൾ 2007-2012 കാലഘട്ടത്തിലേക്ക് നമ്മൾ ഈ പറഞ്ഞ 6.7 എന്നല്ല, അതിനേക്കാൾ കൂടുതൽ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ 6.7 ഒക്കെ നമ്മൾ കുറേ 9ന് മുകളിലേക്ക് നമ്മൾ വെച്ചിട്ടില്ല. ഓക്കെ, 9ന് മുകളിലേക്ക് നമ്മൾ വെച്ചിട്ടില്ല, 9 കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ഉത്തരം നമ്മൾ നോക്കുകയാണെങ്കിൽ 7.9% C ആണ്. നിങ്ങൾ നോക്കിയാൽ ചില ടെക്സ്റ്റുകൾക്ക് 8% കാണാൻ പറ്റും. 8 ഇല്ല, 7.9 റൗണ്ടാക്കി 8 കൊടുത്തതാണ്. 7.9 പക്ക. ഇനി ഈ ഓപ്ഷനിൽ 8 തന്നാൽ 7.9 8 ആണെങ്കിലും ഉത്തരം 8 ആണ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറേ ഈ പറയുന്ന നമ്മൾ ഈ വളർച്ചാ നിരക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ വളർച്ചാ നിരക്ക് 3.6 കൈവരിച്ചു. 2.6 ആയിരുന്നു നമ്മൾ 1ാം പഞ്ചവത്സര പദ്ധതി സമയത്ത് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 3.6 കൈവരിച്ചു. ഇനി 3ാം പഞ്ചവത്സര പദ്ധതി എടുക്കുന്ന സമയത്ത് നമ്മൾ 5.6 ഉദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ 2.8 മാത്രമേ കൈവരിച്ചിട്ടുള്ളൂ, യുദ്ധമൊക്കെ ഉണ്ടായതുകൊണ്ട്. അപ്പോൾ എങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്.
RBI സംബന്ധിച്ച് ശരിയായത് എന്താണെന്ന് വെച്ചാൽ വളർച്ചയുടെ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് വില സ്ഥിരം നിലനിർത്തുക. ഓക്കെ, RBI കാരണം RBI വില സ്ഥിരം, കാരണം മോണിറ്ററി പോളിസി നമ്മൾ പണനയത്തിൽ ചെയ്യാറില്ലേ, ശരിയാണ്. സിസ്റ്റത്തിൽ പൊതുജനങ്ങളുടെ വിശ്വാസം നിലനിർത്തുക, വേണ്ടേ? ഇപ്പം നമ്മളൊരു വിശ്വാസം ഉണ്ടല്ലോ RBIനുള്ള, അത് നിലനിർത്തണം. നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കണം. പൊതുജനങ്ങൾക്ക് മികച്ച ബാങ്കിങ് സേവനം നൽകണ്ടേ, വേണം. ഓക്കെ, ഇപ്പം നിങ്ങൾ ഫോൺ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ പലതരത്തിലുള്ള നിങ്ങളുടെ ഇപ്പം CVV എന്താ പറയുക, പിന്നെ ഇതൊക്കെ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി എല്ലാ കാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ പല മെസ്സേജുകളും നമുക്ക് എടുക്കാറുണ്ട്. വിദേശ വ്യാപാര പേയ്മെന്റും സുഗമാക്കുന്നതിന് ഇന്ത്യയിലെ വിദേശ വിനിമയ വിപണിയുടെ ചെയ്യണം. കാരണം വിദേശ വ്യാപാരം, വിദേശ നാണയം ഇതൊക്കെ ചെയ്യുന്ന ആരാണ്? RBI ആണ്. സോ ഇത് ശരിയായിരുന്നു. ഇതെല്ലാം ഇതൊരു ലോജിക്കാണ്. ഇത് നിങ്ങൾക്ക് ഇത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വായിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് RBI ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇനി നോക്കുക, നീതി ആയോഗിന്റെ കീഴിൽ രൂപീകരിച്ച ബഹുമുഖ ദാരിദ്ര്യ സൂചിക, മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് ആണത്. ഓക്കെ, അന്തർ മന്ത്രാലയ ഏകോപന സമിതി, അതായത് ഇന്റർ മിനിസ്റ്റീരിയൽ, 2 മിനിസ്റ്ററികൾ തമ്മിലുള്ള. ഓക്കെ, താഴെ പറഞ്ഞ ഏതൊക്കെ മന്ത്രാലയങ്ങളും വകുപ്പുകളും വരും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക പോവർട്ടി, ദാരിദ്ര്യം അല്ലേ, ദാരിദ്ര്യമായിട്ട് ബന്ധപ്പെട്ട സൂചികനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള മിനിസ്റ്ററി നിങ്ങൾ ആലോചിക്കുക. കൃഷി മന്ത്രാലയവും കർഷക ക്ഷേമ രാസവള വകുപ്പും. രാസവള വകുപ്പ് എന്തിനാണ്? പട്ടിണിക്കുക? ഇല്ല, അതല്ല. വാണിജ്യ വ്യവസായ മന്ത്രാലയവും ടെലികമ്മ്യൂണിക്കേഷൻ ഇവരാവശ്യമുണ്ടാ? ലോജിക്ക് വെച്ചൊക്കെയാണെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ, വാണിജ്യ വ്യവസായം എന്ത്? പട്ടിണി ആയിട്ട് ബന്ധപ്പെട്ടാണ്. വിദേശകാര്യ മന്ത്രാലയം, കാരണം ഇതൊരു ലോജിക്കാണ്. ഇത് നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ അങ്ങനെ ആയതുകൊണ്ടാട്ടോ. ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയ ഓപ്ഷനാണ്. വനിതാ ശിശു വികസന മന്ത്രാലയവും ഭക്ഷ്യ പൊതുവിതരണം അല്ലേ, നമ്മൾ പറയുന്ന ഈ പോവർട്ടി എന്ന് പറയുന്ന ദാരിദ്ര്യം എന്നൊക്കെ പറഞ്ഞ സാധനം ഇവരാണ്. അപ്പം നിങ്ങൾക്കറിയാം ഈ വനിതാ ശിശു മന്ത്രാലയത്തിൻ്റെ കീഴിൽ ICDS എന്ന പ്രോഗ്രാം ഉണ്ട് അല്ലേ. ഇതിൻ്റെ കീഴിൽ നമ്മൾ പറഞ്ഞ പോലെ ഈ പറയുന്ന ലാക്ടേറ്റിംഗ് മദേഴ്സ്, അതുപോലെ മുലയൂട്ടുന്ന അമ്മമാർ, ഗർഭിണിയായ സ്ത്രീകൾ, അഡോളസെന്റ് ഗേൾസ്, ചെറിയ 6 വയസ്സുള്ള കുട്ടികൾ, ഇവർക്കുള്ള ഭക്ഷ്യദാന പദ്ധതികൾ ഇതിലുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന പൊതുവിതരണ സമ്പ്രദായം വഴിയാണ് നമ്മൾ പറഞ്ഞ ഉച്ചഭക്ഷണം സ്കൂളുകളിലേക്ക് എത്തുന്നത്, മിഡ് ഡേ മീൽ, ഇതായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാം ഒക്കെ ഇതില്ല. അപ്പം ഇത് തന്നെയാണ്, D ആണ് ഇതിൻ്റെ ആൻസർ. ഇത് ഈസിയാണ്, ലോജിക്ക് ഉപയോഗിച്ച് നമുക്ക് കിട്ടും. 2022 സാമ്പത്തിക നൊബേൽ സമ്മാനം 3 അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധർ അവരുടെ ഏത് ഗവേഷണത്തിലാണ്? നമ്മൾ നേരത്തെ കണ്ടു അല്ലേ, കാര്യകാരണ ബന്ധങ്ങൾ വിശകലനത്തിന് അവരുടെ രീതിശാസ്ത്രമായ സംഭാവനകൾക്കാണോ? അല്ല, ഞാൻ 2022 ഞാൻ ഒന്ന് പറഞ്ഞാൽ കോവിഡ് കഴിഞ്ഞ സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ബാങ്കുകളൊക്കെ തകർന്നെടുക്കായിരുന്നു. സോ ബാങ്കുകളെയും സാമ്പത്തിക പ്രതിസന്ധികളെയും കുറിച്ചുള്ള ഗവേഷണം, ഇതാണ് ഇതിന് കറക്റ്റായ ഉത്തരം. ബി ആണ് ഉത്തരം. ഓക്കെ, ഇന്ത്യയിലെ പണനയത്തിന് ഉപകരണങ്ങൾ കണ്ടത് പണനയം ആരുതാണ്? ധനനയം സർക്കാരിൻ്റെത്, പണനയം ബാങ്കിൻ്റെത്. ഓക്കെ, മാർജിൻ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി, യെസ് ശരിയാണ്, MSF ഇവരുതാണ്. കമ്മി ധനസഹായം ഒരു രസമുള്ള കേൾക്കാണ്. നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോ, അതായത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. നികുതി നയങ്ങളോ, അതായത് ഇതിൽ 2 ധനനയം, 2 പണനയമാണ്. ഓക്കെ, ഇത് കമ്മി ധനസഹായം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ധനനയമായിട്ട് ബന്ധപ്പെട്ടതാണ്. നികുതി നയങ്ങളും സർക്കാരിൻ്റെ ധനനയമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇത് 2 മാത്രമേ ബാങ്കിന്. നിങ്ങൾ ചോദിച്ചാൽ പണനയത്തിൻ്റെ ഉപകരണം, പണനയത്തിലാകെ വരുന്നത് ഏത് മാത്രമേ ഉള്ളൂ? 1, 3 മാത്രമേ ഉള്ളൂ. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നമുക്ക്? 1, 3 മാത്രം. ഇതാണ് നമ്മുടെ ഓപ്ഷൻ, 1, 3 മാത്രം. ഓക്കെ, ഇനി അടുത്തത് ഒരു സങ്കോചപരമായ ധനനയത്തിൻ്റെ സർക്കാർ എന്താണ് ചെയ്യുന്നത്? സങ്കോചപരമായ എന്നാണ് നമ്മൾ പറഞ്ഞ പോലെ ഗവൺമെൻറ് ഈ കോൺട്രാക്ഷണറി ഫിസിക്കൽ പോളിസിയാണ് പറയുന്നത്. അതായത് ജനങ്ങളിലേക്ക് കൂടുതൽ പൈസ എത്താണ്ടിരിക്കുക, നമ്മൾ പറഞ്ഞ പോലെ ജനങ്ങളുടെ പൈസ കൂടുതൽ ഗവൺമെൻറ് സർക്കാരിലേക്ക് എത്തുക, പണപ്പെരുപ്പം നിയന്ത്രിക്കാനൊക്കെ വേണ്ടി ചെയ്യുന്നതാണ്. അതാണ് സങ്കോചം എന്നുള്ള ആദ്യം അറിഞ്ഞിരിക്കുക. ഓക്കെ, രണ്ടാം നിങ്ങൾ അറിയിക്കേണ്ടത് ഈ സങ്കോചം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ സർക്കാർ 2 നയങ്ങളാണ്. ഓക്കെ, ഒന്ന് വികസിത നയങ്ങളാണ് പറയുന്നത്, എക്സ്പാൻഷണറി പോളിസീസ് ആണ്. എക്സ്പാൻഷണറി നമ്മുടെ കയ്യിൽ കൂടുതൽ പണം എത്താൻ വേണ്ടിയിട്ടാണ്. മറ്റേ കോൺട്രാക്ഷണറി ആണ് നമ്മൾ പറയുന്നത് സങ്കോചം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ കയ്യിൽ പണം എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? സർക്കാർ നികുതി കുറയ്ക്കണം, ടാക്സ് കുറയ്ക്കണം, സർക്കാരിൻ്റെ ചെലവ് എക്സ്പെൻഡിച്ചർ സർക്കാർ കൂട്ടണം. ഇതാണ് എക്സ്പാൻഷനറി. ഈ സങ്കോചം എന്ന് പറയുമ്പോൾ എന്താക്കണം? സർക്കാർ നികുതി കൂട്ടണം, നമ്മുടെ കയ്യിലുള്ള പൈസ സർക്കാരിലേക്ക് എത്തണം, സർക്കാർ എന്താക്കണം? സർക്കാരിൻ്റെ ചെലവ് കുറയ്ക്കണം. നിങ്ങൾ മനസ്സിലാക്കുക, ഈ 2 നയത്തിൻ്റെ ഒരു മെയിനായിട്ട് നിങ്ങൾ ഒന്നും അറിഞ്ഞേക്കുക, ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയ്ക്കാൻ വേണ്ടത്. അതാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒന്ന് കൂടുമ്പോൾ ടാക്സ് കുറയ്ക്കുമ്പോൾ എക്സ്പെൻഡിച്ചർ കൂടും, അപ്പോൾ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുള്ളൂ. ടാക്സ് കൂട്ടുമ്പോൾ എക്സ്പെൻഡിച്ചർ കുറയ്ക്കണം. അതേപോലെ ഇവിടെ ആണെങ്കിൽ ടാക്സ് കൂടുമ്പോൾ എക്സ്പെൻഡിച്ചർ കുറയണം. അപ്പോൾ ഇതാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് വരാം, നോക്കാം. ഉയർന്ന സർക്കാർ ചെലവും കുറഞ്ഞ നികുതികളും. ഉയർന്ന സർക്കാർ ചെലവ് സർക്കാർ കൂട്ടാണെങ്കിൽ ഇത് സങ്കോചമാണോ? അല്ല, നമ്മുടെ സമ്പദ്ഘടനയിലേക്ക് കൂടുതൽ പണം എത്താണ്. സോ ഇത് തെറ്റാണ്. ഉയർന്ന സർക്കാർ ചെലവും ഉയർന്ന നികുതികളും. ഞാൻ പറഞ്ഞു 2 ഒരേപോലെ വരില്ല. കണ്ട 2 ഏരോമാർക്ക് നിങ്ങൾ നോക്കിയേ, ടാക്സും ചെലവും എക്സ്പെൻഡിച്ചറും കൂടൂല, ടാക്സും എക്സ്പെൻഡിച്ചറും 2 ഉൾട്ടയാണ്. അപ്പോൾ ഇത് 2 ഉയർന്നാന്ന് കണ്ടാൽ എനിക്ക് വെട്ടി ഒഴിവാക്കാം ഓടത്തിന്. ഇനി ഇവിടെ നോക്കാം, കുറഞ്ഞ സർക്കാർ ചെലവും കുറഞ്ഞ നികുതികളും. ഇതും വരില്ല, ഒരിക്കലും 2 ഒരേപോലെ വരില്ല.
ഓക്കെ, അത് എഫക്റ്റ് ഉണ്ടാവില്ല. കുറഞ്ഞ സർക്കാർ ചെലവ്, ശരിയാണ്, സർക്കാർ ചെലവ് കുറയ്ക്കുക. എന്ത് കൂട്ടുക? നികുതി കൂട്ടുക. ഉത്തരം ഏതാണ്? സി ആണ്. ഇതാണ് സങ്കോചനയം എന്ന് പറഞ്ഞാൽ. ഫാക്ടറി ചെലവിൽ GDP, ഇത് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? നിങ്ങൾ നോക്കിയോ ഇത് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് അല്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഈ 2025 ഡിഗ്രി പ്രിലിംസ് എഴുതാൻ പോകുന്ന ആളുകൾ ഇത് പഠിക്കാതെ പോരുത്, ഈ ഒരു ഏരിയ പഠിക്കാതെ പോരുത്. ഓക്കെ, നോക്കുക, ഫാക്ടറി ചെലവ് GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ചോദിച്ചുള്ളത് എന്തിനു തുല്യമാണ്? വിപണി വിലയിലെ GDP മൈനസ് അറ്റ പരോക്ഷ നികുതി. സാധനം കിട്ടി. വേറെ എങ്ങോട്ടും പോകണ്ടല്ലോ അല്ലേ? വേറെ എങ്ങോട്ടും പോകണ്ട. വിപണി വിലയിലെ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ്, ഇതാണ് വിപണി വിലയിലെ GDP മൈനസ്, ശ്രദ്ധിക്കുക, മൈനസ് ഇതിലെന്തുണ്ട്? ടാക്സ് ഉണ്ട്. മൈനസ് അറ്റ പരോക്ഷ നികുതി, നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ഈക്വൽ ടു GDP FC. ഉത്തരത്തിലെത്തി. സമയം എന്തൊരു ലാഭം അല്ലേ? ഒറ്റയടിക്ക് ഉത്തരം. വേറെ ഒന്നിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ ട്രാപ്പ് ഉണ്ട്, പ്ലസ് കൊടുത്തിട്ടുണ്ട്, ചില ആൾക്കാർ ഇത് കൊണ്ട് കുത്തും. ഇനി അടുത്ത് നോക്കുക, സർക്കാർ ഇന്ത്യൻ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി IRDP, നോട്ട് IRDP അല്ല, ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി IRDAI. ഓക്കെ, ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന ഏത് പ്ലാനിലാണ് ചോദിച്ചുള്ളത്? ഏത് പ്ലാനാണ്? IRDAI. നമ്മൾ പറഞ്ഞ എല്ലാത്തിനും റെഗുലേറ്ററി ഉണ്ട്. ഇപ്പം നമ്മൾ RBI റെഗുലേറ്ററി ആണ്, SEBI ഒരു റെഗുലേറ്ററി ആണ്, പെൻഷൻ ഫണ്ട് PFRDA റെഗുലേറ്ററി ആണ്. അതേപോലെ ഇൻഷുറൻസിന്റെ മേഖലയിലുള്ള ഒരു നിയന്ത്രണ സംവിധാനമാണ് IRDAI. ഇത് കൊണ്ടുവന്ന ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? ഓക്കെ, 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പം ഈ പഞ്ചവത്സര പദ്ധതിയിൽ വന്ന പ്രോഗ്രാമുകൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനി അടുത്ത് പറഞ്ഞ എല്ലാ അസംഘടിത തൊഴിലാളികളെയും കേന്ദ്രീകൃത ഡാറ്റാബേസ്, അസംഘടിത അൺഓർഗനൈസ്ഡ് ലേബേഴ്സ്, ഇവർ ഡാറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി ഏത് കേന്ദ്ര മന്ത്രാലയമാണ്? ധനകാര്യ മന്ത്രാലയമാണോ? നൈപുണ്യ വികസന സ്കിൽ ഡെവലപ്മെന്റ് ആണോ? സോഷ്യൽ ജസ്റ്റിസ്, അതുപോലെ എംപവർമെന്റ് ആണോ? ലേബർ എംപ്ലോയ്മെന്റ് ആണോ? തൊഴിലാളികൾ, ലേബർ. ചിലപ്പോൾ ഇത് തെറ്റാം, ഇപ്പോഴും ഇങ്ങനെ ആയിക്കോളുന്നില്ല. ചിലത് നമ്മൾ ധനകാര്യം ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, സാമൂഹ്യനീതി ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അസംഘടിത തൊഴിലാളി ലേബറാണ്. GST കുറിച്ച് താഴെ പറഞ്ഞ ഏതാണ് തെറ്റ്? ചോദിച്ചാൽ GST കൗൺസിൽ എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രി ഉൾപ്പെടുന്നു. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ അല്ലേ? തെറ്റാണ്. അതായത് നിങ്ങൾ നോക്കാം, മുഖ്യമന്ത്രിമാരല്ല, എല്ലാ സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിയും കേന്ദ്ര ധനകാര്യമന്ത്രിയും ഉണ്ട്. അതാണ്. അപ്പോൾ ഇത് തെറ്റാണ്, ഒന്ന് തെറ്റാണ്. അപ്പോൾ ഒന്ന് തെറ്റവിടെ കിട്ടെ. പരോക്ഷ നികുതി സംബന്ധിച്ച കെൽക്കട്ട് ടാസ്ക് ഫോഴ്സ് ആദ്യമായി ഇന്ത്യയിൽ രാജ്യവ്യാപകമായി GST എന്ന ആശയം മുന്നോട്ട് വെച്ചു. കേൽക്കർ ടാസ്ക് ഫോഴ്സ് എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? FRPMന്റെ കീഴിൽ വന്ന വിജയ് കേൽക്കർ ടാസ്ക് ഫോഴ്സ് എന്നാണ് ഇത് ചെയ്തിട്ടുള്ളത്. സോ അത് ശരിയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി GST കൗൺസിൽ അധ്യക്ഷൻ, തെറ്റ്, വീണ്ടും തെറ്റ്. ആരാണ്? ധനകാര്യമന്ത്രിയാണ്. സോ 1ഉം 3ഉം തെറ്റ്. അതാണ് തെറ്റാണ് കണ്ടെത്താൻ പറഞ്ഞത്. ഇതാണ്. ഓക്കെ, ഇവിടെ കണ്ടൊരു ശരി എടുക്കുന്നുണ്ട്. RBIയുടെ മോണിറ്ററി പോളിസി സംബന്ധിച്ച് താഴെ പറഞ്ഞ പ്രശ്നങ്ങൾ ഏതാണ് ശരി? RBI 6 മാസത്തിലൊരിക്കൽ മോണിറ്ററി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. ശരിയാണ്, 6 മാസത്തിലൊരിക്കൽ പ്രസിദ്ധീകരിക്കാറുണ്ട്. RBI ഗവർണറാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എക്സ് ഓഫീസ് ചെയർപേഴ്സൺ. അതും ശരിയാണല്ലോ, ആണ്. MPCയിൽ 7 അംഗങ്ങളുണ്ട്. അത് തെറ്റാണ്. 7 അല്ല, 6 ആണ്. അതായത് നമ്മൾ ഈ മെമ്പേഴ്സ് നമുക്കറിയാം. ഒന്ന് RBIയുടെ ചെയർമാൻ, RBI ഗവർണർ തന്നെയാണ് ഇതിൻ്റെ നമ്മൾ പറഞ്ഞ ചെയർമാൻ. ഒരാൾ ചെയർമാൻ. ഓക്കെ, രണ്ടാമത്തെ ഈ പറയുന്ന മോണിറ്ററി പോളിസി ആയിട്ട് ബന്ധപ്പെട്ട RBI ഡെപ്യൂട്ടി ഗവർണർ, രണ്ടാമത്തെ ആൾ ഡെപ്യൂട്ടി ഗവർണർ, രണ്ടാമത്തെ ആൾ അല്ലേ? പിന്നെ RBI നോമിനേറ്റ് ചെയ്യുന്ന ഒരാളുണ്ട്, അങ്ങനെ 3ാമത്തെ ആൾ. ബാക്കി 3 ആൾക്കാരെ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ 6 പേരേ ഉള്ളൂ, 7 അല്ല. സോ ഇതാണ് തെറ്റ്. ചോദ്യം എന്താണ്? ഏതാണ് ശരി എന്ന് ചോദിച്ചത്. അപ്പോൾ 1ഉം 2ആണ്. ഫസ്റ്റ് തന്നെ കിട്ടി. 1ഉം 2ആണ് ശരി. ഇനി അടുത്ത് നോക്കുക, സിസ്റ്റം ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് പ്രകാരം താഴെ തന്നിരിക്കുന്ന പ്രശ്നങ്ങളിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് ചോദിച്ചുള്ളത്. ഓക്കെ, ഗ്രോസ് നാഷണൽ ഇൻകം GNI ആണ് GDP പ്ലസ് റെസ്റ്റ് ഓഫ് ദി വേൾഡ് ലഭിക്കുന്ന പ്രൈമറി വരുമാനം മൈനസ് റെസ്റ്റ്. ഇത് ശരിയാണ്. GNI ചോദിച്ചുള്ളത്. ഇത് നമ്മൾ പറഞ്ഞ GDP ഈ വേരിയബിൾസിന്റെ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം ഗ്രോസ് നാഷണൽ ഇൻകം GDP പ്ലസ് റെസ്റ്റ് ഓഫ് ദി വേൾഡ് ലഭിക്കേണ്ട പ്രൈമറി വരുമാനം റെസ്റ്റ് ഓഫ് ദി വേൾഡ് നൽകേണ്ട പ്രൈമറി ആണ്. അതായത് റെസ്റ്റ് ഓഫ് ദി വേൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിദേശ രാജ്യങ്ങൾക്ക് അല്ലേ? നിങ്ങളിവിടെ ഉദ്ദേശിച്ച GNI GNP ആക്കിയാൽ മതി. GNP കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? GDP-നോട് നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം എബ്രോഡ് കൂട്ടൽ ചെയ്യുക. സോ അത് ശരിയാണ്. അതാണ് GNI ഉദ്ദേശിച്ചുള്ളത്. ഓക്കെ, ഇനി അടുത്താണ് ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം ഈക്വൽ ടു ഗ്രോസ് നാഷണൽ ഇൻകം പ്ലസ് കറന്റ് ട്രാൻസ്ഫർ റിസീവബിൾ ആൻഡ് കറന്റ് ട്രാൻസ്ഫർ പേയബിൾ. ഇതും ശരിയാണ്. ഡിസ്പോസിബിൾ ഇൻകം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുത്തതിൻ്റെ ബാക്കിയാണ്. ഓക്കെ, ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്നതിന് ഗ്രോസ് സേവിങ്സ് ആയും ഫൈനൽ കോൺസെപ്റ്റേഷനായും തിരിക്കാറുണ്ട്. ഇതിൻ്റെ 3ഉം ശരിയാണ് ഉത്തരം.
ഓക്കെ, അപ്പോൾ ഈ ഉത്തരം നിങ്ങൾ മനസ്സിലാക്കുക. ഇത് GDPയുടെ തന്നെ ഒരു വേറെ വേരിയബിളാണ്, GNI എന്ന് വെച്ചുള്ള വേരിയബിൾ വെച്ചിട്ടാണ് ഇത് നമ്മൾ തന്നിട്ടുള്ളത്. ഇനി അടുത്ത പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 2023-24 യൂണിയൻ ഗവൺമെൻറ് ഫിസിക്കൽ ഡെഫിസിറ്റ് എത്ര? ഇത് നിങ്ങൾ പറഞ്ഞ പോലെ ഈ പറയുന്ന ബജറ്റിൻ്റെ കണ്ടൻസ് എടുത്താലേ കിട്ടുള്ളൂ. ഇതിൻ്റെ ഉത്തരം 5.8 ആണ്. അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇന്ത്യയുടെ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ആശയം താഴെ പറയുന്ന ലൈവാണ്. ഗരീബി ഹട്ടാവോ, ഇത് 5ാം പഞ്ചവത്സര പദ്ധതിയാണ് അല്ലേ. വേഗതയും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായ സുസ്ഥിര വികസനം. അവിടെക്കട്ടെ സാമൂഹ്യ നീതി സമത്വമുള്ള ഇതല്ല. ദാരിദ്ര്യ നിർമ്മാർജ്ജനം അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ബി ആണ് ഇതിൻ്റെ ഉത്തരം. ബി ആണ് ഉത്തരം. ഓക്കെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി എന്ന് വെച്ചാൽ RBI IMF അംഗമാണ് അല്ലേ. 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിക്കുന്നത്. ശരിയാണ്. ഉഷാ തോറട്ടമായ ആദ്യ വനിത. ശരിക്കും ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു, PSC ക്യാൻസൽ ചെയ്തു. കാരണം RBI IMF അംഗമാണെന്ന് പറയുമ്പം RBI IMF നമ്മൾ നോക്കുമ്പം RBI എന്ന് പറയുമ്പോൾ RBIയുടെ നമ്മളെ ഗവർണർ ഡെപ്യൂട്ടി ഗവർണർ എന്നുള്ള നിലക്കാണ് അവരിൽ മെമ്പേഴ്സ്. അതിൽ ഗവർണർ എന്ന് പറഞ്ഞാൽ ഫിനാൻസ് മിനിസ്റ്ററാണ്, ഡെപ്യൂട്ടി ഗവർണർ എന്ന് പറയുന്നതാണ് അത് ഈ പറയുന്ന നമ്മുടെ RBI ഗവർണർ പറയുന്നതാണ്. അപ്പം ഇതിൽ ഈ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഈ ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത GST കീഴിലുള്ള ഇറക്കുമതിക്ക് താഴെ പറഞ്ഞ നികുതികൾ ഏതാണ് ചുമത്തുക? അതായത് ഇറക്കുമതിക്ക് മുകളിലുള്ള നികുതി, അതായത് നമ്മൾ CGST SGST കാണാൻ പറ്റും, സംസ്ഥാനങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്നതാണ്. പകരം നമ്മൾ മറ്റൊരു സ്ഥലത്ത് ഇങ്ങോട്ടേക്ക് വരുന്നതാണെങ്കിൽ അതിന് മുകളിൽ ഇമ്പോസ് ചെയ്താണ് IGST ആണ്. ഇൻ്റഗ്രേറ്റഡ് സംയോജിത നികുതിയാണ് ഉൾപ്പെടുത്തുക. ഫലപ്രദമായ റവന്യൂ കമ്മി, ഈ പറയുന്ന എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് ചോദിച്ചുള്ളത്. അതിന് ഉദാഹരണം റവന്യൂ കമ്മി മൈനസ് മൂലനാശം സൃഷ്ടിക്കുന്ന ഗ്രാൻഡ് ഇൻ എയ്ഡ്. ഇതെന്നാ ശരി. ഓക്കെ, അതായത് റവന്യൂ കമ്മി, നമ്മൾ റവന്യൂ ഡെഫിസിറ്റ് നിന്ന് എന്ത് കുറയ്ക്കുക? മൈനസ് നമ്മൾ പറയുന്ന സ്റ്റേറ്റിന് ഷെയർ കൊടുക്കാറുണ്ട്. സ്റ്റേറ്റ് ഷെയർ എന്തിനു വേണ്ടിയുള്ള? ക്യാപിറ്റൽ ഫോർമേഷനുള്ള അത് കുറച്ചാൽ കിട്ടുന്നതാണ് എന്ത്? എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ്. ഓക്കെ, അതാണ് അതിന് ശരി. അപ്പോൾ നിങ്ങൾ ഈ ഡെഫിസിറ്റ് പഠിച്ചിരിക്കണം, കമ്മികൾ കൃത്യമായിട്ട് പഠിക്കുക. എന്താണ് ഈ പറഞ്ഞ ഫിസിക്കൽ ഡെഫിസിറ്റ്, എന്താണ് ബജറ്റ് ഡെഫിസിറ്റ്, എന്താണ് ടോട്ടൽ ഡെഫിസിറ്റ്, എന്താണ് പ്രൈമറി ഡെഫിസിറ്റ്, ഇത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. പഠിച്ച പ്രാഥമിക ഡെഫിസിറ്റൊക്കെ പഠിച്ചിരിക്കണം. 2024 സാമ്പത്തിക സർവേ ബദലാണ് ദ ഇന്ത്യൻ ഇക്കോണമി എ റിവ്യൂ എന്ന് പറഞ്ഞൊരു സാധനം. ഇത് ആരാണ് റിപ്പോർട്ട് തയ്യാറാക്കിയെന്നാണ് ഉത്തരം. അനന്ത നാഗേശ്വരൻ തന്നെയാണ്. സോ ഇതാണ് നമ്മുടെ ഇത്രയും ഏകദേശം നമ്മളൊരു 50ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പെട്ടെന്ന് പറയാണ്. അതായത് നിങ്ങൾ ഈ ഒരു പരീക്ഷ പോകുമ്പോൾ നിങ്ങൾ പറയേണ്ടത് ദേശീയ വരുമാനവുമായിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെ നമ്മൾ പറഞ്ഞ GDP, NDP, NNP, GNP, ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ്, ഫാക്ടർ കോസ്റ്റ് നിർബന്ധമായിട്ട് പഠിച്ചു പോവാം. 5 ഇയർ പ്ലാൻ നിർബന്ധമായിട്ട് പഞ്ചവത്സര പദ്ധതി പഠിച്ചു പോകണം. കൃത്യമായിട്ട് അതിൽ എന്തൊക്കെ കാര്യങ്ങളുള്ളതാണ്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടാണ് RBIൻ്റെ ടൂൾസ്, RBIൻ്റെ പണനയത്തിൻ്റെ ടൂൾസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. എന്താണ് CRR, എന്താണ് എന്താണെന്നുള്ളതല്ല, അതെങ്ങനെ നമ്മൾ എന്താണെന്ന് ഇവിടെ ചോദ്യം കണ്ടില്ല. പകരം നമ്മൾ എങ്ങനെ നമ്മൾ സമ്പദ്ഘടനയെ സ്വാധീനിക്കുന്നുള്ളതാണ്, പണപ്പെരുപ്പം കൂട്ടാനും കുറയ്ക്കാനൊക്കെ. അപ്പോൾ ഇതും ഒരു ഷുവർ ഏരിയ ആണ്. അപ്പോൾ ഇത്തന്നെ ഒരു 3 ഏരിയ നമുക്ക് കമ്പൽസറി കാണാൻ പറ്റി. പിന്നെ ഞാൻ പറഞ്ഞ നൊബേൽ സമ്മാനം നോക്കുക, നൊബേൽ സമ്മാനം. ഓക്കെ, നൊബേൽ പ്രൈസിനെ കുറിച്ച് നോക്കുക. പിന്നെ മറ്റൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബജറ്റിൻ്റെ ഈ പറഞ്ഞ നമുക്ക് കിട്ടുന്ന വരുമാനം, വരുന്ന വരുമാനം, പോകുന്ന വരുമാനം അറിഞ്ഞിരിക്കുക. ഈ പ്രാവശ്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ പ്രാവശ്യം സർക്കാർ ഏറ്റവും കൂടുതൽ ചിലവാക്കാൻ പോകുന്നത് ഈ പലിശ അടവിനല്ല. ഈ 2025-26 ബജറ്റിൽ അത് ഏറ്റവും കൂടുതൽ ചിലവാക്കാൻ പോകുന്നത് സംസ്ഥാനങ്ങളുടെ വിഹിതം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നത് എന്ത് തന്നെയാണ്? നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പലിശ വരുമാനം നമ്മൾ എടുക്കുന്നത് ലോണിൽ നിന്നാണ്. അത് വായ്പ തന്നെയാണ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ അത് കൂടുതൽ എടുക്കുന്നത് വായ്പ തന്നെയാണ്, പക്ഷെ പലിശ അടിക്കാനല്ല, പകരം സംസ്ഥാനങ്ങളിലുള്ള ഷെയർ അതാണ് 24% വന്നിട്ടുള്ളത്. സോ അതാണ് അതിൽ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കുക. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു ബാലികാറ മലയൊന്നുമല്ല. 5 മാർക്ക് നിങ്ങൾക്ക് ഷുവറായിട്ട് കിട്ടും. ആ ഒരു തരത്തിലാണ് ചോദ്യങ്ങൾ. ഞാൻ പറയുന്ന ഏരിയകൾ നിങ്ങൾ എന്തായാലും ഫോക്കസ് ചെയ്യുക. നൊബേൽ നിർബന്ധമായി നോക്കുക. ബജറ്റിൻ്റെ വരുമാനം വന്നതും പോയതും അതിൻ്റെ ഡെഫിസിറ്റുകൾ നോക്കി വെക്കുക. പിന്നെ ഈ RBIയുടെ പണനയത്തിൻ്റെ ടൂളുകൾ പഠിച്ചിരിക്കുക. GDP, NDP ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ, ഇത് കാര്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 4 മാർക്ക് എന്തായാലും മിനിമം കിട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും നല്ല രീതിയിൽ പഠിക്കുക. നിങ്ങൾക്ക് തന്നെയുള്ളതാണ്. നമ്മൾ കട്ട് ഓഫ് ക്രാക്ക് ചെയ്യുക എന്നുള്ള എക്കണോമിക്സിൽ എല്ലാ ഉത്തരം ചെയ്താൽ എല്ലാ ചോദ്യം അങ്ങനെയല്ല. എക്കണോമിക്സിൽ ഒരു മെജോറിറ്റി ഉത്തരം അങ്ങനെ ഓരോ സബ്ജക്റ്റ് നിങ്ങൾക്ക് ആ ഒരു കട്ട് ഓഫിൻ്റെ മുകളിലേക്കുള്ള ശ്രമം നടത്തുക. അതാണ് ഡിഗ്രി പ്രിലിംസിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് നല്ല സ്കോറിലേക്ക് നമ്മൾ മെയിൻസിലേക്ക് എത്തുമ്പോൾ നമുക്ക് നോക്കാം. അതുകൊണ്ട് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നല്ല രീതിയിൽ പഠിക്കുക. എല്ലാവരും പ്രിലിംസ് ക്രാക്ക് ആവട്ടെ.